خيرا طيبا جزيلا جميلا دائما بدوام ملك الله. والصلاة والسلام على نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. وفي قبض كف الطفل عند ولادتي دليل على الحرص المركب في الحي. وفي بسطها عند الممات إشارة ألا فانظروني قد خرجت بلا شيء. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സ്വാഗതം, ഉദ്ഘാടനം മുതലായ ഈ പരിപാടിയുടെ അവിഭാജ്യമായ ഔപചാരികത നിർവഹിച്ച പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ ഇസ്ലാഹി ദഅവത്തിന് മുന്നിൽ നിൽക്കുന്ന മുന്നണി പോരാളികൾ, ബഹുമാന്യരായ സഹോദരന്മാർ, സഹോദരിമാർ, ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ പ്രദേശത്തെ വിഭിന്ന നിലപാടുകളും വീക്ഷണങ്ങളുമുള്ള പ്രിയങ്കരരായ സഹോദരന്മാർ, സഹോദരിമാർ, ജഗനിയന്താവായ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ. അവനാണ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് ദാനം തന്നത്. കാലം കുതിച്ചു പായുന്നുണ്ട്, നമ്മളറിയാതെ. ക്ലോക്കിന്റെ വേഗത ഇപ്പോൾ വല്ലാതെ കൂടുന്നുണ്ട്. ഒരാഴ്ച എത്ര പെട്ടെന്ന് കടന്നു പോകുന്നു എന്ന് അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയും നമ്മൾ നോക്കിക്കാണുന്നുണ്ട്. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് തൊട്ടടുത്ത വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ പെട്ടെന്നാണ്. ഒരു വർഷം കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം വളരെ പെട്ടെന്നാണ്. 25ന്റെ കലണ്ടർ മാറ്റി 26ന്റെ കലണ്ടർ വെച്ചിട്ട് ഒരു മാസവും 11 ദിവസവും ഇപ്പൊ പിന്നിടുക. കഴിഞ്ഞ കലണ്ടറിന് പണം കൊടുക്കാത്ത ചില സ്നേഹിതന്മാരുണ്ട് ഇപ്പോഴും. അവരൊരു മാസമായി എന്നാ കണക്ക് കൂട്ടിയത്. അപ്പൊ അടുത്ത കലണ്ടർ സെക്രട്ടറി തരികയാണ്. കാലം വല്ലാത്തൊരു ജൈത്രയാത്ര നടത്തുകയാണ്. അത്ഭുതകരമായ യാത്ര, ആശ്ചര്യജനകമായ യാത്ര. കാലം വല്ലാത്തൊരു അത്ഭുതമാണ്. ആ അത്ഭുതത്തിന്റെ പരിവൃത്തത്തിന്റെ മുറ്റത്ത് നിന്ന് നോക്കുമ്പോ പരിശുദ്ധ റമളാൻ ഇതാ വന്നു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് വെറും ഒരാഴ്ച, മിക്കവാറും അടുത്ത വ്യാഴാഴ്ച, ഈ വ്യാഴാഴ്ചക്കപ്പുറത്തെ വ്യാഴാഴ്ച നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കുക. അനുഗ്രഹങ്ങൾ നിറഞ്ഞ വർഷം, മാസം, അല്ലാഹുവിന്റെ മലക്കുകൾ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന വർഷം, മാസം, മലായിക്കത്തുകൾ മനുഷ്യന് വേണ്ടി പ്രാർത്ഥന നടത്തുന്ന മാസം, നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന മാസം, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം, ഏറ്റവും സുന്ദരമായ മനുഷ്യന്റെ സകല ഇച്ഛകളെയും പിടിച്ചു കെട്ടുന്ന മാസം, വിചാരങ്ങളെ നിയന്ത്രിക്കുന്ന മാസം. ജീവിതം ഇങ്ങനെ ഓർക്കുമ്പോ എത്ര മൃദുലമാണ്, മനോഹരമാണ്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഖിയാമമാകുമ്പോ കാലം വളരെ അടുത്തായിട്ട് നിങ്ങൾക്ക് തോന്നുമെന്നാണ്. ഓരോന്നോരോന്ന് അവിടെ നിന്ന് എണ്ണിപ്പറഞ്ഞു. ഒരു വർഷം നിങ്ങൾക്ക് തോന്നും കശ്ശഹർ, ഒരു മാസം പോലെ. ഒരു മാസം നിങ്ങൾക്ക് തോന്നും കൽ ജുമുഅ, ഒരു വെള്ളിയാഴ്ച, ഒരാഴ്ച പോലെ. ആഴ്ചക്ക് റസൂലുള്ള പ്രയോഗിച്ച പദം ജുമുഅ എന്നാണ്.
ഒരാഴ്ച നിങ്ങൾക്ക് തോന്നും കൽയൗമി ഒറ്റ ദിവസം പോലെ, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ, ഒരു മണിക്കൂർ ഒരു മിന്നൽ പിണർ ഇറ്റി വീഴുന്ന പോലെ. സതുബ്ദീലക്കൽ അയ്യാമു മാ കുന്ത ജാഹിലാ വയഅതീക ബിൽ അഖ്ബാരി മല്ലം തുസവ്വിദീ. നിനക്കറിയാത്തത് കാലം നിന്നെ അറിയിക്കുമെന്നാണ്. ജാഹിലിയ കവി തറഫ പറഞ്ഞതാണെങ്കിലും അതിന്റെ പൊരുൾ എത്ര മനോഹരമാണ്. നമ്മുടെ ജീവിതം അതിന്റെ കൂടെ അത്ഭുതകരമായി നിലകൊള്ളുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ റമളാൻ അല്ലാഹു വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി തന്ന റമളാൻ, കാലത്തിന്റെ യാത്രക്കടയിൽ നമ്മളെപ്പോ പിരിഞ്ഞു പോകുമെന്ന് ആർക്കറിയാം. കൂടെ കിടന്നവനില്ലാത്ത കാലം, കൂടെ നടന്നവനില്ലാത്ത കാലം, ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാനാവാത്ത കാലം. മുസ്തഫ ലുത്ഫി മൻഫലൂത്തി എന്ന ഈജിപ്തിന്റെ സാഹിത്യകാരന്റെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ, വീട്ടിൽ നിന്ന് വരുമ്പോ എന്റെ വസ്ത്രത്തിന്റെ കുപ്പായത്തിന്റെ കുടുക്കിട്ടത് ഞാനാണ്. പക്ഷേ ഞാൻ തിരിച്ചു ചെല്ലുമ്പോ ഈ കുപ്പായത്തിന്റെ കുടുക്ക് ഞാൻ തന്നെ ഊരുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്റെ ജനാസ കുളിപ്പിക്കാൻ വന്നവൻ അത് ഊരി മാറ്റുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. മനുഷ്യന്റെ ജീവിതം അത്യത്ഭുതകരമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമില്ലാതെ ഒരു മിനിറ്റ് നിലനിൽക്കാൻ നമ്മളെ കൊണ്ടാകില്ല. അണ്ഡകടാഹങ്ങളുടെ നാഥന്റെ സംവിധാനമാണ്. ഈ ആകാശം അവന്റേതാണ്, ഈ ഭൂമി അവന്റേതാണ്. മഴത്തുള്ളികൾ ദാനം തന്നതവനാണ്, സസ്യലതാദികൾ മുളപ്പിച്ച് തന്നതും അവനാണ്, കായ്കനികൾ ഉൽപ്പാദിപ്പിച്ച് തന്നതും അവനാണ്, അന്നം തന്നതവനാണ്, ആരോഗ്യം തന്നതവനാണ്, കുടുംബം തന്നതവനാണ്, മക്കളെ തന്നതവനാണ്. ജീവിതത്തിന്റെ നേർപാതി സംവിധാനിച്ചത് റബ്ബുൽ ഇസ്സത്തല്ലാതെ മറ്റാരാണ്? കണ്ണുകളുടെ കട്ടുനോട്ടമറിയുന്നവനാണ്, ഹൃദയങ്ങളിൽ മറച്ചുവെച്ചതറിയുന്നവനാണ്, പാതിരാവിന്റെ സകലമാന രഹസ്യങ്ങളും അറിയുന്നവനാണ്. 4-ാമത്തെ മാസം ഉമ്മയുടെ ഉദരത്തിൽ വെച്ച് അവൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത്ര കാലം നീ ഭൂമിയിൽ പാർക്കണം, ഇന്ന ദിവസമാകുമ്പോ നീ അവിടുന്ന് പോരണം, ഇന്ന അടയാളപ്പെടുത്തലുകൾ നീ അവിടെ നടത്തണം, പിന്നെ നീ ഓർമ്മയായി ജീവിതത്തിൽ മാറണം, പിന്നെ നിന്റെ പ്രിയപ്പെട്ടവർ നിന്നെ ഓർക്കണം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ ഒരു ദുആയുണ്ട്. ആദ്യം തന്നെ ഞാനത് ഈ സദസ്സിനെ ബോധ്യപ്പെടുത്തുകയാണ്. ആ ദുആ വല്ലാത്തൊരു ദുആയാണ്. വജഅൽനീ ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ. പടച്ചവനെ, ഞാൻ മരിച്ചു പോയാലും എന്നെക്കുറിച്ച് ആളുകള് നല്ല വാക്ക് പറയണം റബ്ബേ. എന്റെ മരണത്തിന് ശേഷവും എന്നെപ്പറ്റി ആളുകൾ നല്ല വർത്തമാനം പറയണം റബ്ബേ. ആരുടെ ദുആ എന്നറിയുമോ? ഒരു ജീവിതം മുഴുവൻ ഇസ്ലാമിന് വേണ്ടി, തൗഹീദിന് വേണ്ടി ഒരുകിത്തീർന്നതാണ്. ശത്രുക്കൾ തീനാളത്തിലേക്ക് വലിച്ചെറിഞ്ഞ മനുഷ്യനാണ്. റസൂലുള്ള പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, മാസാല ഇബ്രാഹീമു ഹീന ഉൽഖിയ ഫിന്നാർ ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. തീയിലെറിയുന്ന നേരത്ത് ഇബ്രാഹിം നബിയുടെ ഒറ്റ ദുആ അത് ശ്രദ്ധേയമാണ്. അല്ലാ, എനിക്ക് നീ മതി. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. എന്റെ കാര്യങ്ങളെ ഏൽപ്പിക്കാൻ നീ എത്ര നല്ലവനാണ്. ജിബിരീൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, തീനാളത്തിലേക്ക് വീഴുന്ന നേരത്ത് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അപ്പൊ ഒരു മറുപടി വന്നു, മാറി നിൽക്കിൻ ജിബിരീൽ, എനിക്കെന്റെ അല്ല മതി, എനിക്കെന്റെ റബ്ബ് മതി, അവൻ എന്റെ കാര്യമേറ്റെടുത്തവനാണ്. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. ജീവിതത്തിലെ ദുഃഖം തരുന്നതവൻ, സന്തോഷം തരുന്നതവൻ, ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരുന്നതവൻ, നമ്മുടെ ജീവിതത്തിന്റെ രാവും പകലും സംവിധാനിക്കുന്നതും ഹക്കീമായ റബ്ബ്, അലീമായ റബ്ബ്, അല്ലാമുൽ ഗുയൂബായ റബ്ബ്. അവനോടാണ് തേട്ടങ്ങളകിലവും, അവനോടാണ് വിഷമങ്ങളകിലവും. ആവശ്യമെന്തുണ്ടെങ്കിലും
കുഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടുവാൻ മടിക്കണ്ട, തുറക്കും ക്ഷണം വിളിയുള്ളതാ അത് സോദരാ, ഖുർആനിലായി നമ്മോട് കൽപ്പിച്ചുള്ളതാ. കൂമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബ പിന്നെയും ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞ് നീ തേടണം വല്ലാതെ. പ്രാർത്ഥന ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാനവർ പറയുന്നു നബിയിൽ നിന്ന്. റമളാൻ അത് പ്രാർത്ഥനയുടെ മാസമാണ്. ജീവിതം എപ്പോഴും പ്രാർത്ഥനയുടേതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, എന്റെ കാലിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ ഞാൻ റബ്ബിനോട് പറയും. ആ ബന്ധതാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അംബിയാ മുർസലുകൾക്ക് ശേഷം ലോകത്ത് മഹത്വത്തിന്റെ ഒന്നാമത്തെ പടിയിൽ നിൽക്കുന്ന മഹാനായ സിദ്ദീഖുൽ അക്ബറിന്റെ വാക്കാണ്, എന്റെ കാലിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടുമ്പോ ഞാൻ എന്റെ റബ്ബിനോട് പറയുമെന്നാണ്. അതുകൊണ്ടെല്ലാം നമ്മളെ റബ്ബിൽ സമർപ്പിക്കുക. പരിശുദ്ധ റമളാൻ എന്തൊരു അനുഗ്രഹമാണ്. ഈ കാലത്ത് നമുക്ക് കിട്ടിയ സൗഭാഗ്യമാണ്. അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, റസൂലുള്ളാന്റെ അടുത്ത് രണ്ട് സഹാബത്ത് വരുന്നൊരു കഥയുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നബിയെ ഇന്നലെ ഞാനൊരു കിനാവ് കണ്ടു. അവരെ കിനാവിനൊക്കെ ഒരു പവർ ഉണ്ടാവട്ടെ. നമ്മളെ കിനാവ് പോലെ ഓട്ടോറിക്ഷയിൽ നിന്ന് കയറിയിട്ട് വിമാനത്തിൽ നിന്ന് ഇറങ്ങണ കിനാവല്ല. നമ്മളെ ചില കിനാവൊക്കെ അങ്ങനെയാണ്. എങ്ങനെ ഇതിപ്പോ ഒരു ബന്ധമില്ല. നേരം വെളുത്ത് വൈകുന്നേരമാകുമ്പോൾ ആലോചിക്കുക. മൂച്ചിമക്കൂടെ കയറിയത് ഓർമ്മയുണ്ട്, പിന്നെ പുളിമക്കൂടെ ഇറങ്ങണത്. ഒരു ബന്ധമല്ല. അവരെ കിനാവ് അങ്ങനെയല്ല, അതൊരു കിനാവാണ്. മറ്റൊന്നല്ല കണ്ടത്, രണ്ട് മഹാന്മാരായ ആളുകൾ, സഹാബാ കിറാം, അവര് സ്വർഗത്തേക്ക് പോകുന്നതാണ് ഇയാൾ കാണുന്നത്. സ്വപ്നം കാണുക. സ്വപ്നത്തെ പറ്റി ശാസ്ത്രം പറയുന്നത് നമ്മളെ ചിന്തകളിലുള്ള കാര്യം നമ്മൾ സ്വപ്നം കാണുന്നതാണ്. അങ്ങനത്തെ ചിന്ത നമുക്കുണ്ടെങ്കിൽ അത്തരം കാണും. അതല്ല നമ്മൾ വേറെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കിടക്കുമ്പോൾ ആ ജാതിയും കാണും. ഏതായാലും ഈ സഹാബി വന്നിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, അള്ളാന്റെ റസൂലെ, ഞാൻ ആ രണ്ട് സഹാബിമാരെയും സ്വർഗത്തിൽ പോകുന്നത് കണ്ടു. അവര് സ്വർഗത്തിന്റെ വാതിലിൽ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ മലക്ക് വന്നു, ആദ്യം ഒരു സഹാബിയെ വിളിച്ചു കൊണ്ടുപോയി. ആദ്യം കൊണ്ടുപോയ സഹാബി രക്തസാക്ഷിയല്ല. രണ്ടുപേരും ഒന്നിച്ചാ ഇസ്ലാമിലേക്ക് വന്നത്. രണ്ടുപേരും രണാങ്കളത്തിൽ പടവെട്ടാൻ പോയി. ഒരാൾ രക്തസാക്ഷിയായി, ഒരാൾ രക്തസാക്ഷിയായില്ല. തിരിച്ചു വീട്ടിൽ തന്നെ പോകുന്നു. രക്തസാക്ഷിക്ക് വലിയ പ്രതിഫലമുണ്ട്. അപ്പൊ രക്തസാക്ഷിയായി മരണപ്പെട്ടു ഒരാള്, മറ്റേയാൾ ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ട് സ്വാഭാവികമായ മരണം സംഭവിച്ചു. സ്വപ്നം കണ്ട സഹാബി കാണുന്നത് എന്താണെന്നറിയോ? സ്വാഭാവികമായ മരണം വരിച്ചവനെ മലക്ക് ആദ്യം വിളിച്ചു എന്നാണ്, സ്വർഗത്തേക്ക് കയറ്റി. അത് കഴിഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് രക്തസാക്ഷിയോട് കയറാൻ പറയുന്നത്. ഇതാണ് അത്ഭുതപ്പെടുത്തിയത് എന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബി വന്ന് പറയാണ്, യാ റസൂലല്ലാഹ്, രക്തസാക്ഷി ആദ്യം പോകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ രക്തസാക്ഷിയേക്കാൾ മുന്നേ സ്വാഭാവിക മരണം നടന്ന മനുഷ്യനെ കൊണ്ടുപോയി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിശദീകരിക്കുന്നുണ്ട്. അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം അയാൾക്കൊരു ഭാഗ്യം കിട്ടി. അത് മറ്റൊന്നുമല്ല, ഖദ് അദറക ശഹ്റു റമളാൻ, ഒരു റമളാൻ കൂടി അയാൾക്ക് കിട്ടിയെന്നാണ്. ആ റമളാൻ അയാൾ ഉപയോഗപ്പെടുത്തി. നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്, റമളാനാകുമ്പോ നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും, സ്വർഗവാതിലുകൾ തുറക്കപ്പെടും എന്നൊക്കെ പറയുമ്പോ അതിനനുസൃതമായ പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാകണം. അല്ലാതെ റമളാനായി നമുക്കിതുമായിട്ടൊരു ബന്ധമല്ല. പിന്നെ എന്ത് സ്വർഗ കവാടം തുറക്കാനാ നമുക്ക്? എന്ത് നരക കവാടം അടക്കാനാ നമുക്ക്? ഇത് കർമ്മ മേഖലയിൽ വരുന്നവനുള്ള നിർദ്ദേശങ്ങളാണ്, അവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, റമളാന്റെ ആദ്യം മുതൽ അവസാനം വരെ ഉപയോഗപ്പെടുത്തുക. പ്രാർത്ഥനകൾ, ഖുർആൻ പഠനം,
റമദാനില് സാധാരണ ചിലപ്പോൾ ഖുർആൻ ക്ലാസ്സുകളൊക്കെ നിർത്തിവെക്കും. കാരണം ക്ലാസ് എടുക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ പ്രയാസം ഉണ്ടാകാം, യാത്രകൾക്ക് പ്രയാസം ഉണ്ടാകാം എന്ന് കരുതിയിട്ട് അതൊരു കാരണമാക്കിയിട്ട് ഖുർആൻ ക്ലാസ് നിന്ന് മാറി നിൽക്കരുത് കേട്ടോ. ഞാനൊരു സ്ഥലത്ത് ഖുർആൻ ക്ലാസ് എടുത്തിരുന്നു. അവിടെ റമദാനായപ്പോൾ അവർ സിസ്റ്റം അങ്ങനെയാണ്, റമദാനിൽ അവധി, ഇന്ന് യാത്ര, പിന്നെ ആളുകൾക്ക് ബുദ്ധിമുട്ട്. അപ്പൊ ഒരു കൂട്ടത്തെ ഇതിലൊരാൾ പറഞ്ഞു, റമദാനിൽ ഖുർആൻ ക്ലാസ് നിർത്തുക, ഇനി മേലിൽ ഞാൻ ഈ ക്ലാസ്സിനില്ല. കാരണം അള്ളാഹിന്റെ ഖുർആൻ ഇറങ്ങിയ മാസം റമദാനാണ്, അതുകൊണ്ട് ആ മാസത്തിൽ ഖുർആൻ ക്ലാസ് നിർത്തുകയാണെങ്കിൽ പിന്നെ ഈ ക്ലാസ്സിന് ഞാനില്ല എന്ന്. അതിൽ കാര്യമല്ല, അത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കുക, ആ കാരണത്തിനൊരു പൊലിമയും കിട്ടുമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ. അതിലൊന്നും അർത്ഥമല്ല. ഞാൻ പറഞ്ഞു വന്നത് ഖുർആൻ നന്നായിട്ട് പഠിക്കുക, അതിനുള്ള ശ്രമങ്ങൾ കണ്ടെത്തുക, അത് ജീവിതത്തിന്റെ കൂടെ ഉണ്ടാകുക. ഖുർആനെ പറ്റി പറയുന്നത് തിലാവത്തുൽ ഖുർആൻ എന്നാണ്, ഖിറാഅത്ത് എന്നല്ല പറയുന്നത്. തല എന്ന് പറഞ്ഞാൽ പിന്തുടരുക എന്നാണ്, അല്ലെ? സൂര്യൻ ചന്ദ്രൻ അതിനെ പിന്തുടരുമ്പോൾ വൽ ഖമരി ഇദാ തലാഹാ. അപ്പൊ നമ്മൾ എന്തിനെ പിന്തുടരുന്നത്? ഈ ഖുർആൻ പഠിക്കുന്നതോടുകൂടി നമ്മൾ ഖുർആനിനെ പിന്തുടരുകയാണ്. അതിലെ വാക്കുകൾ, അതിലെ വരികൾ, അതിലെ സംസ്കാരങ്ങൾ, അതൊക്കെ നമ്മുടെ കൂടെ വരണം. അപ്പോഴാണ് തിലാവത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരിക്കൽ സഹാബത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഒരു കാര്യം അവരോട് പറഞ്ഞു, ഇന്നൽ ഖുലൂബ തസ്ദഉ, നിങ്ങളെ ഹൃദയത്തിന് തുരുമ്പ് വരും. കമാ യസ്ദഉൽ ഹദീദ്, ഇരുമ്പിന് തുരുമ്പ് വരുന്ന പോലെ. എനിക്കത് കേട്ട് ബേജാറായിപ്പോയി. ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, വമാ ജലാഉഹാ യാ റസൂലല്ലാഹ്, അത് നീങ്ങിക്കിട്ടാൻ എന്താ ചെയ്യാ? ഞങ്ങളെ ഈ ഹൃദയത്തിന്റെ തുരുമ്പ് നീങ്ങാൻ ഞങ്ങൾ എന്താണ് നബിയേ ചെയ്യേണ്ടത്? അപ്പൊ വന്ന മറുപടിയാണ് തിലാവത്തുൽ ഖുർആൻ. ഖുർആൻ പഠനം, പാരായണം, ജീവിതത്തിൽ പിന്തുടരുക, ഒക്കെ അതിന്റെ അർത്ഥമാണ്. പിന്നെ റസൂലുള്ള പറഞ്ഞത് കസറത്തു ദിക്റുൽ മൗത്ത്, മരണത്തിന്റെ ഓർമ്മ. ഈ രണ്ട് സംഗതി ഉണ്ടെങ്കിൽ ഹൃദയത്തിന്റെ തുരുമ്പ് നീങ്ങും. അതം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നമുക്കില്ലേ. സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് വാരി എറിഞ്ഞതത്ഭുതമല്ലേ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഒരു ചോദ്യമുണ്ട്, അനസേ, അള്ളാന്റെ റസൂലിന്റെ മേനിയിലേക്ക്, എന്റെ ഉപ്പയുടെ മേനിയിലേക്ക് മണ്ണ് വാരിയിടാൻ അനസേ നിന്റെ കൈ പൊന്തിയോ അനസേ എന്ന് റസൂലുള്ളാഹിനെ മറവ് ചെയ്ത് വന്നതിന് ശേഷം ഫാത്തിമ ബീവി അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, 3 പിടി മണ്ണ് വാരിയിടുന്ന, അല്ലേ? രാജാക്കന്മാരൊക്കെ ആയിരിക്കാം, ഉന്നതന്മാരായിരിക്കാം, പക്ഷേ ഏത് പ്രജയും ചെന്നിട്ട് 3 പിടി മണ്ണ് വാരി അയാളുടെ നെഞ്ചത്തേക്ക് എറിയുന്ന അത്ഭുതമാണ്. പിടിമണ്ണ് വാരി എറിഞ്ഞതത്ഭുതമല്ലേ, കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ച യാത്രയും പോയതത്ഭുതമല്ലേ. മൈനറിയത്തീമായി കൺതടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, കെട്ടിപ്പുണർന്നവൾ ചുംബനം തന്നില്ലേ, അവളന്യമെത്തയിൽ വീണതത്ഭുതമല്ലേ. 4 മാസം 10 ദിവസം വിദ്യയുടെ സമയം കഴിഞ്ഞു. ഇനി അവൾക്കൊരു ജീവിതം വേണം. അവളുടെ ജീവിതത്തിലേക്ക് ഒരാൾ വന്നു, ഒരു നിക്കാഹ് കൂടി നടന്നു, അവളെ അന്യമെത്തയിലേക്ക് വീണ്ടും പോയി. നീ 6 അടി മണ്ണ് കിടക്കുക. ആര് കണക്കൂട്ടി ഇതൊക്കെ? ആരറിഞ്ഞു ഈ അത്ഭുതങ്ങളെക്കുറിച്ച്? അതുകൊണ്ട് റസൂലുള്ള പറയുന്നു, നിങ്ങളെ ഹൃദയത്തിന്റെ തുരുമ്പ് നീങ്ങാൻ മരണത്തിന്റെ ഓർമ്മ. പിന്നെ റസൂലുള്ള പറഞ്ഞു, നിങ്ങളെ ഹൃദയത്തിന്റെ തുരുമ്പ് നീങ്ങാൻ തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പഠിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക.
شهر رمضان الذي أنزل فيه القرآن. ഈ റമളാൻ മാസത്തിലാണ് പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് അവതരിച്ചു തന്നിട്ടുള്ളത്. ഹുദൽ ലിന്നാസി, അത് ജനങ്ങൾക്ക് മാർഗദർശനമാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാദ്, സന്മാർഗത്തിന്റെ വിശദീകരണമാണ്. മനുഷ്യനെ നന്നാക്കുന്നതാണ്. മിനൽ ളുലുമാതി ഇലന്നൂർ, ഇരുട്ടുകളിൽ നിന്ന് അത് മനുഷ്യനെ വെളിച്ചത്തിലേക്ക് വഴി നടത്തുന്നതാണ് പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ പഠിക്കുമ്പോ തന്നെ നമ്മൾ മാറുന്നുള്ളതാണ്. മാറ്റമുണ്ടാകും ഖുർആൻ പഠിക്കുമ്പോൾ, ഒരു സംശയവും വേണ്ട. ഒരുപാട് പഠിക്കണം എന്നല്ല പറയുന്നത്. ആ പഠിച്ചത് സഹാബത്തൊക്കെ അങ്ങനെയാ. 10 ആയത്ത് പഠിക്കുമ്പോ അവര് നബിയോട് പറയത്തര, മതി നബിയെ നിർത്തണം, അതൊന്ന് പഠിച്ച് ജീവിതത്തിൽ പകർത്തട്ടെ എന്നാ. അങ്ങനെ സഹാബികൾ പോകുന്ന, അത് പഠിച്ച് അത് മനസ്സിലാക്കി അത് ഹൃദയത്തിലാക്കി അതിനനുസരിച്ച് അവരുടെ ജീവിതം അവർ ക്രമപ്പെടുത്തുമെന്നാണ്. ആ ഭാര്യ പറഞ്ഞു ഭർത്താവിനെ കുറിച്ച്, എങ്ങനെയാണ് സ്വഭാവം, നിങ്ങളെ നബിയുടെ സ്വഭാവം, നിങ്ങളെ ഭർത്താവിന്റെ സ്വഭാവം. അപ്പൊ വന്നു ആയിഷ ബീവിയുടെ മറുപടി, കാന ഖുലുഖുൽ ഖുർആൻ, ഇവിടുത്തെ സ്വഭാവം ഖുർആനാണ്. രാത്രി കൂടെ കിടക്കേണ്ട നബിയാണ്. തപ്പി നോക്കി ആയിഷ ബീവി. ബഹുഭാരിത്വത്തിന്റെ കാലമാണ്. ആയിഷ ബീവിക്ക് അനുവദിച്ച രാത്രിയാണ്. ആ രാത്രി ആയിഷ ബീവി നോക്കുമ്പോ നബിയെ കാണാനില്ല. ആയിഷയുടെ മനസ്സിൽ പല ചിന്തകളും ഉടലെടുത്തു. എനിക്കനുവദിച്ച രാത്രി എന്റെ നബി എവിടെ? മറ്റു വല്ല ഭാര്യയുടെ അടുത്തും പോയി എന്നൊരു തെറ്റിദ്ധാരണ ഉള്ളിൽ പിടികൂടിയതാണ്. ആയിഷ ബെല്ല പുറത്തിറങ്ങി. ദേഷ്യവും ഈർഷ്യതയും നിരാശയും ദുഃഖവും. പ്രിയതമൻ എന്തേ ഇങ്ങനെ ചെയ്തു? പക്ഷേ നിലാവുള്ള രാത്രിയാണ്. തൊട്ടടുത്ത് മദീനയിലെ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാൻ, അവിടെ നിന്ന് ഒരു തേങ്ങല് കേട്ടു. അപ്പൊ മനസ്സിലായി അതെന്റെ ഹബീബിന്റെ ശബ്ദമാണ്. ഇന്നമാ അന ഷഹീദ് വ ഇന്നന്നാസ കുല്ലുഹും ഇഖ്വതി. ഈ രാത്രി സാക്ഷി, മനുഷ്യന്മാർ ഏകോദര സഹോദരന്മാർ. ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നബി പോയതാണ്. ആരും അറിഞ്ഞിട്ടില്ല, ഒരു ബഹളവും ഉണ്ടായിട്ടില്ല, ഒരു ആർപ്പ് വിളികളും ഉണ്ടായിട്ടില്ല, ഒരു അൽ ഫാത്തിഹയുടെ ബഹളമുണ്ടായിട്ടില്ല. നബി ഒറ്റക്ക് പോയി. ആ രാത്രി കൂടെ കിടന്ന ഭാര്യ പോലും പിന്നെയാണ് അറിയുന്നത്. അപ്പൊ ഭാര്യക്ക് ഉള്ളിൽ വിഷമം തോന്നി. ആയിഷ ബീവിക്ക്, റബ്ബേ, എന്തൊക്കെ കരുതി ഞാൻ എന്റെ നബിയെപ്പറ്റി. എന്റെ നബി എങ്ങും പോയിട്ടില്ല. മരിച്ചു കിടക്കുന്ന പ്രിയപ്പെട്ട ഓർമ്മകൾ, കഥ പറയുന്ന കുറെ ഓർമ്മകളുണ്ടവിടെ. കുറെ വസന്തങ്ങൾ അവിടെ ഞെട്ടറ്റ് വീണ് കിടക്കുന്നുണ്ട്. പുഷ്കലമായ ജീവിതത്തിലേക്ക് മൊട്ടുവിടരുന്നതിന് മുമ്പേ വിട പറഞ്ഞു പോയ മക്കൾ മുതൽ രണാങ്കളത്തിൽ പടവെട്ടിയവരടക്കം, പെട്ടെന്ന് രോഗം വന്നവരടക്കം, ഓർമ്മകളായി മാറിയ ഒരുപാട് ആളുകൾ. കൂട്ടത്തില് പൊന്നുമക്കളുണ്ട്. റസൂലുള്ളാന്റെ അബ്ദുള്ളയുണ്ട്, ഖാസിമുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പ്രിയങ്കരിയായ പൊന്നുമക്കൾ ഒരുപാടുണ്ട് അവിടെ. റസൂലുള്ളാന്റെ ദുആ അങ്ങനെ നീളുന്നു. പിന്നെ നബി കടന്നു വരുന്നു. അപ്പോഴേക്ക് ആയിഷ കടപ്പറയിൽ കടന്നു. റസൂലുള്ള വന്നപ്പോ നബിയോട് ആയിഷ പറയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് തലവേദനയുണ്ട്. ദാമ്പത്യം എത്ര മനോഹരമാണ്. നബി ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കി അപ്പ പറഞ്ഞു, ആയിഷ, എനിക്കും തലവേദന തോന്നുന്നുണ്ട്. 2 പേർക്കും തലവേദന. പക്ഷേ പിന്നെ നബി പറഞ്ഞൊരു വാക്കുണ്ട്, അത് ആയിഷ ബീവിയുടെ മനസ്സിന് കുളിരാണ്. ആയിഷ, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? ലൗമുത്തി ഖബലി, എനിക്ക് മുമ്പെങ്ങാനും നീ മരിച്ചാൽ ലഗസൽതുകി, ഞാൻ തന്നെ നിന്നെ കുളിപ്പിക്കും ആയിഷ. വദഫൻതുക വകഫൻതുകി, ഞാൻ തന്നെ നിന്നെ കഫൻ ചെയ്യും ആയിഷ. ഞാൻ തന്നെ വെള്ള പുതക്കും.
വദഫൻതുകി, ഞാൻ തന്നെ നിന്നെ മറവ് ചെയ്യും ആയിഷ. അതിന് കേട്ടപ്പോ ആയിഷ ബീവി പറയും, എന്റെ തലവേദന പോയി. അതാ ചികിത്സ. നമ്മളെ ചില ഭർത്താക്കന്മാരോട് ഭാര്യമാര് തലവേദനിക്കാന്ന് പറഞ്ഞപ്പോ രണ്ട് ചാട്ട. എന്നാ എനിക്ക് തലവേദന ഇല്ലാത്തത്? സാമ്പത്തിയാണത്. നമ്മൾ ഈ വയലൊക്കെ കേൾക്കണാണ്. കാന ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനാണ്. അത് പരിചയപ്പെടുത്തുന്നത് സഹധർമ്മിണിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ആ ഖുർആൻ വന്ന മാസമാണ് പരിശുദ്ധ റമളാൻ. അതിന്റെ പാരായണം പ്രതിഫലമുണ്ട്, സംശയമൊന്നും വേണ്ട. ധാരാളം പാരായണം ചെയ്തിരുന്നു മുൻഗാമികളായ ആളുകൾ, സമയം കണ്ടെത്തിയിരുന്നു അതിന്, അത് ഹൃദ്യസ്ഥമാക്കിയിരുന്നു. 7 വയസ്സായപ്പോഴേക്ക് ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് ഖുർആൻ മുഴുവൻ മനസ്സിലാക്കി, ഹൃദയത്തിലാക്കി. ഹാഫിൽ എന്നാണ് പറയാ. ഖുർആൻ സൂക്ഷിച്ചു എന്നാണ് അതിനർത്ഥം. ഹിഫ്ള് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. എന്താ സൂക്ഷിക്കുന്നത്? ഹൃദയത്തിൽ ഖുർആൻ സൂക്ഷിക്കുകയാണ്. ഇത് പെട്ടെന്ന് പോകും. എപ്പോ? വേണ്ടാത്ത വിചാരങ്ങൾ ഉണ്ടാകുമ്പോ, വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാകുമ്പോ. ചില ആളുകൾ പറയാറുണ്ട്, ഞാനിപ്പോ ഖുർആൻ ക്ലാസ്സിന് ഇപ്പൊ വരാൻ ഞാൻ അങ്ങനെ വരുന്നില്ല ഇപ്പൊ. എന്താ അറിയില്ല, പഠിച്ചതൊന്നും ഇങ്ങോട്ട് ഓർമ്മയിൽ നിൽക്കണില്ല. അപ്പൊ പിന്നെ ഞാൻ ഇപ്പോ എന്തോ ഒരു കുഴപ്പം എനിക്കുണ്ടെന്നാണ് അതിനർത്ഥം. എന്തോ ഞാൻ തിരുത്തണം, അതാണ് അതിനർത്ഥം. ഷാഫി ഇമാമിന്റെ കഥ ഞാൻ ഓർത്തു പോവുക. കുട്ടിക്കാലം മുതൽ മഹാബുദ്ധിഷണാശാലിയാണ്. 13, 14, 15 വയസ്സാകുമ്പോഴേക്ക് ബഗ്ദാദിന്റെ മുഫ്തിയായി മാറുന്നുണ്ട് അദ്ദേഹം. ഒരു 12, 13 വയസ്സാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ പേര് വക്കീ എന്നാണ്. വക്കീന്റെ അടുത്ത് പഠിക്കാൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി കണ്ട് വക്കീ അത്ഭുതം കൂറുന്നുണ്ട്. ഈ കുട്ടിക്ക് എന്ത് പറഞ്ഞു കൊടുത്താലും അത് ഈ കുട്ടിയുടെ തലയിൽ നിൽക്കും. പഠനത്തിന്റെ രീതി അങ്ങനെയാണ്. അന്ന് ഉച്ചവരെ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ ഉച്ചയായ ആ കുട്ടികൾ ഇങ്ങോട്ട് ഓരോരുത്തർ പറഞ്ഞു കൊടുക്കും. ഇന്ന് പഠിച്ച ഇന്ന കാര്യങ്ങളാണ്. അന്നത്തെ പഠിക്കുന്ന രീതി അങ്ങനെ. ഓരോ കാലത്തിനനുസരിച്ച് രീതി മാറും. നമ്മൾ 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കണ കാലത്ത്, 2-ലൊക്കെ പഠിക്കണ കാലത്ത് എത്ര പാട്ടുകളുണ്ടായിരുന്നു അല്ലെ? റാഗി പറക്കുന്ന ചെമ്പരുന്തേ നീയുണ്ടോ മാമാങ്ക വേല കണ്ടു, വേലയും കണ്ടു വിളക്കും കണ്ടു, കടലിൽ തീര കണ്ടു, കപ്പൽ കണ്ടു. കുറേ കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ 1-ാം ക്ലാസ്സിൽ 2-ൽ ബുക്ക് എടുത്ത് നോക്കിയാൽ നമ്മൾ തന്നെ അന്തം പെടും. ലീല വന്നു നിന്നു, എന്നിട്ട് പിന്നെ 2 കള്ളി 2 കുത്ത്. കുട്ടിക്കും അറിയില്ല, ഞമ്മക്കും അറിയില്ല, ക്ലാസ് എടുക്കണവനും അറിയില്ല. ഇതൊക്കെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് വേണം ഇത് എടുക്കാനെന്ന് നമ്മളോട് ആരോപ്പം അറിയാം. അതാണ് ഇപ്പോഴത്തെ രീതി. ഞാൻ ആക്ഷേപിക്കല്ലോ, ഓരോ കാലത്തിനും ഓരോ രീതിയാണ്. ചിത്രവായന, ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കും കുട്ടി. അക്ഷരമൊന്നും വേണ്ട, അക്ഷരങ്ങളൊക്കെ ഭാഷയിൽ നിന്ന് കുട്ടി അക്ഷരത്തിലേക്ക് എത്തും എന്നുള്ള ഒരു തിയറിയാണ് പുതിയ കാലം. അന്നങ്ങനല്ല, അന്ന് ഒരുപാട് ഇതുപോലെയുള്ളത് അല്ലെ. അതിന് മുന്നത്തെ പഠന രീതിയോ അതിലും വേറെ വിസ്മയമാണ്. പരീക്ഷകളൊന്നും എഴുതാത്ത കാലാണെന്ന്. അന്നൊന്നും പരീക്ഷ എഴുതല്ല, ഒക്കെ മനസ്സിലാക്കി. ഇപ്പോഴല്ലേ പരീക്ഷ എഴുതൽ തുടങ്ങിയത്. പരീക്ഷ എഴുതൽ തുടങ്ങിയപ്പോൾ അതെങ്ങനെ ജയിക്കേണ്ടെന്ന് കുട്ടികൾക്ക് അറിയാം. കുട്ടികളോട് ഇപ്പം അതാരും ട്രെയിനിങ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമല്ല. കുട്ടികൾക്ക് അറിയാം എങ്ങനെ പരീക്ഷ ജയിക്കാം. മാഷന്മാരും ടീച്ചർമാരൊക്കെ നിങ്ങളെ ജയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോൾ ഈ കുട്ടികൾക്ക് ചിരി വരും. ഇതൊക്കെ ജയിക്കാൻ ഞമ്മക്ക് ഐഡിയ ഉണ്ടെന്ന് ഇവർക്കറിയില്ല. അങ്ങനെയാണ് പുതിയ കാലം. അത് പോട്ടെ, ഞാൻ അങ്ങോട്ട് അങ്ങനെ പരന്നു പോകല്ല. ഞാൻ പറഞ്ഞു വന്നത്, വക്കീലിന്റെ അടുത്ത് ഇതൊക്കെ ചൊല്ലിക്കൊടുക്കുക ഇമാം ഷാഫി. സ്വാഭാവികമായിട്ടും ഷാഫിയെ വല്ലാത്ത ഇഷ്ടമായിപ്പോയി. ഷാഫിയുടെ ഒരു പ്രത്യേകതയും കൂടി മനസ്സിലാക്കണം കേട്ടോ. ഉമ്മ വളർത്തിയ കുട്ടി. പ്രിയപ്പെട്ട പിതാവ് 1 വർഷം 1 വയസ്സ് തികഞ്ഞപ്പോഴേക്ക് ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അനാഥനായി വളർന്ന കുട്ടിയാണ്. ഉമ്മ വല്ലാത്തൊരു അത്ഭുതമാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ശഅബൻ طيبൽ അറാഖി വലം അറലിൽ ഖലായിഖി മിൻ മഹല്ലി യുഹദ്ദിബുഹാ ലി ഹിളനിൽ ഉമ്മഹാതി ഫഹിളനുൽ ഉമ്മി മദ്റസത്തുൻ തസാമത് ബിതർബിയത്തിൽ ബനീന
വൽ ബനാത്തി. അതാ ഉമ്മ, അടശാലയായ ഉമ്മ. ഷാഫിയോട് പിൽക്കാലത്ത് ആളുകൾ ചോദിക്കും, കുഞ്ഞെ എത്ര ചെറുപ്പത്തിൽ എങ്ങനെ ഖുർആൻ പഠിച്ചു? ഉമ്മ എന്ന ഒരൊറ്റ ഉത്തരമാണ്. നടത്തത്തിലും ഇരുത്തത്തിലും ഉമ്മയുടെ ഖുർആൻ, താരാട്ട് പോലും ഖുർആൻ. അതാ അന്നത്തെ താരാട്ടല്ല, പുതിയ ഓലത്തുമ്പത്തിരുന്ന് ഊയാലാടും ചെല്ല പൈങ്കിളി, അതൊന്നുമല്ല. പണ്ട് ഖുർആനാണ്, എല്ലാം ഖുർആനാണ്. അതങ്ങനെ ഹൃദയത്തിലേക്ക് അങ്ങനെ ഇരച്ചു കയറുന്ന അത്ഭുതം. വക്കീലിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരിക, എല്ലാ ദിവസവും വന്നു പോകും. ഒരു ദിവസം ഈ കുട്ടി വന്നിട്ട് ഉസ്താദ് ഉച്ചയായിട്ട് അന്ന് പഠിച്ചത് പഠിക്കാൻ ചെല്ലാൻ പറഞ്ഞു. അന്ന് ചെല്ലിയതൊക്കെ തെറ്റി കുട്ടിക്ക്. അത്ഭുതം കൂറുകയാണ്. എന്താ എനിക്ക് പറ്റിയത് കുട്ടിയോ? കുട്ടി കരയാൻ തുടങ്ങി. അപ്പൊ വക്കീൽ പറഞ്ഞു, മോനെ നീ എന്തോ ഒരു ഹറാമ് ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എന്തോ ഒരു കാര്യം നീ ചെയ്തുവോ? കുട്ടി പറഞ്ഞു, ഉസ്താദ് എനിക്കൊരു അബദ്ധം പറ്റി. ബഗ്ദാദിന്റെ അങ്ങാടിയിലൂടെ ഞാൻ ഇങ്ങോട്ട് നടന്നു വരുമ്പോ ഒരു പെണ്ണിന്റെ വസ്ത്രം അവളുടെ കണങ്കാലിൽ നിന്ന് അല്പം ഉയർന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്റെ കണ്ണ് അല്പനേരം മുടക്കിപ്പോയി. കൗമാരത്തിന്റെ ജീവിതത്തിന്റെ മുട്ടിടുന്ന ഷാഫിയുടെ കാലമാണ്. സ്വാഭാവികമായും പറ്റിപ്പോയി. ഞാൻ അള്ളാനോട് തൗബ ചെയ്തിട്ടുണ്ട്. ഉസ്താദ് പറഞ്ഞു, മോനെ അത് തന്നെയാണ് ഇന്ന് നിനക്ക് പറ്റിയ കുഴപ്പം. അതുകൊണ്ടാണ് നിനക്ക് പാളിച്ച ഇത്ര നിനക്ക് കിട്ടാത്തത്. ഷാഫി മാമ പിന്നെ ജീവിതത്തിൽ അത് ഓർത്തെടുക്കുന്നുണ്ട് ആ സംഭവം. ശക്കൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി فأرشدني بترك المعصيات وقال العلم نور الله حقا ونور الله لا يعطى لعاصي. ഞാൻ ആവലാതി പറഞ്ഞു ഇലാ വഖീ, ഗുരുനാഥനായ വഖീനോട്, സുഅഹ്ഫളി എന്ന മനപ്പാടം മോശമാകുന്നു. ഫഅർശദനി, ഗുരു എന്നെ ഉപദേശിച്ചു, ബിതർക്കിൽ മഅസിയാത്ത്, ദോഷങ്ങൾ ഒഴിവാക്കണം. വഖാലൽ ഇൽമു, അദ്ദേഹം തുടർന്നു, അറിവ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ വെളിച്ചമാണ്. വനൂറുല്ലാഹി ലാ യുഅ്താ ലിഅസി, അത് ദോഷം ചെയ്യുന്നവർക്ക് കൊടുക്കൂല. അതുകൊണ്ട് ഖുർആന്റെ ഒരു ഗുണം അതാണ് ഞാൻ ഈ പറയുന്നത്. അത് നമ്മൾ പഠിക്കുക, ദോഷങ്ങളിൽ നിന്ന് നമ്മൾക്ക് വിട്ടു നിൽക്കാൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അതെപ്പോഴും പാരായണം ചെയ്യുക, ഒഴിവ് പോലെ ധാരാളമായിട്ട് പഠിക്കാതെ ഒരു ചർച്ചയാക്കുക. വീട്ടില് മക്കളും പേരമക്കളും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഈ വെളിച്ചം അല്ലേ, അത് ചർച്ച ചെയ്യുമ്പോ ഇപ്പൊ ഇവിടെ അതിന്റെ സമ്മാനമൊക്കെ വാങ്ങി, സമ്മാനം ഒരു വലിയൊരു സംഭവമൊന്നുമല്ല. ആ സമ്മാനം വാങ്ങിയവർക്ക് സ്വർഗത്തിലും അങ്ങനെ സമ്മാനം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാം. കാരണം ആ സമയം മെനക്കെടുന്നൊരു സമയം ഉണ്ടല്ലോ, അതിന് കൂലിയുണ്ട്. എന്താ ഇപ്പൊ നാട്ടിലെയും വീട്ടിലേക്ക് അവസ്ഥ? എന്റെ കുട്ടിക്കാലം ഞാൻ ഓർത്തു പോവുകയാണ്. സ്കൂള് വിട്ട് വരുമ്പോ എന്റെ അമ്മ അരിമണിയും ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഞങ്ങളെ പാലക്കാടൊക്കെ അങ്ങനെ. ഇവിടെ അന്നൊക്കെ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അരി വറുത്തിട്ട് അതിങ്ങനെ തിന്ന, പിന്നെ ഒരു കട്ടൻ ചായ ഉണ്ടാവും പരമാവധി. അത് മോഹിച്ചിട്ടാണ് വരുന്നത്. സ്കൂളിൽ ഭക്ഷണമല്ല, ഉച്ചക്ക് ഭക്ഷണമല്ല, ഏതോ ചൊവ്വാഴ്ച ഒരു ഉപ്പുമാവ് കിട്ടിയാൽ കിട്ടി, അത്രയൊക്കെ ഉള്ളു അന്ന് എന്ന് കരുതിയിട്ട് നമ്മളാരും അന്ന് മരിച്ചു പോയിട്ടൊന്നുമില്ല. ഇപ്പോഴല്ലേ കുട്ടികൾ, ഇപ്പൊ കുട്ടികൾ റമദാൻ വന്നാല് ചില അമ്മമാര് കുട്ടികളെ നോമ്പെടുക്കാൻ അയക്കൂല. ഒരിക്കലും എടുക്കണ്ട, എന്റെ എല്ല് താങ്ങനെ കാണണോ? എന്ത് എല്ല്? ആ എല്ലും അതിലപ്പുറമുള്ള എല്ലിഞ്ഞോനെ കാണാൻ കിടക്കണേ ഉള്ളൂ. വെറുതെ അങ്ങോട്ട് ബേജാറാക്കും, ഒന്നുമില്ല. സഹാബാ കിറാമിന്റെ കാലം പറയുന്നുണ്ട്, ചെറിയ മക്കളെ കളിപ്പാട്ടങ്ങൾ കൊടുത്തിട്ട് അവർ നോമ്പ് നോൽക്കാൻ പരിശീലിപ്പിക്കുമായിരുന്നു. അങ്ങനെ കുട്ടികളോട് ചെയ്യണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അല്ലാതെ ഒരിക്കൽ അല്ലെ, കുട്ടി പറയും ഇന്ന അത്താഴത്തിന് വിളിക്കണം എന്ന് പറയും, നമ്മൾ വിളിക്കൂല. എന്നിട്ട് നമ്മൾ കുട്ടിക്ക് നിയമം ഉണ്ടാക്കി കൊടുക്കും. എന്ത്? ഉച്ചക്ക് ചോറ് നിന്നോ, ഉച്ചവരെ ആയില്ല, അപ്പൊ പകുതിയായി. എന്നിട്ട് പിന്നെ നാളെയും പകുതി, അങ്ങനെ അത് ഉച്ചവരെ, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അതൊന്നും വേണമെന്നില്ല. 7 വയസ്സാണ് നിസ്കാരത്തിന്റെ ടൈം. 7 വയസ്സിൽ നോമ്പിന്റെയും ടൈം ഉണ്ടെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്, പരിശീലനത്തിന്.
നിയമം മൂലം അത് നിർബന്ധമാകുന്നത് ബുലൂഗ് അഥവാ പ്രായപൂർത്തിയാകുമ്പോഴാണ്. പക്ഷെ മക്കളെ അത് ശീലിപ്പിക്കുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ട് പരിശുദ്ധ റമളാൻ, അന്നപാനീയങ്ങൾ വെടിയ, നീ ജീവിതം നിയന്ത്രിക്കുക. ഇപ്പൊ ഡോക്ടർമാരൊക്കെ നമ്മളോട് പറയണ എന്താ, ചെന്നപ്പോ പറയും ഭക്ഷണം നിയന്ത്രിക്കണം എന്നാ. റമളാൻ വരുമ്പോ നമുക്ക് ആ നിലയ്ക്ക് ലോട്ടറിയാണ്. ഇപ്പോ സുഖാണ് ഭക്ഷണം നിയന്ത്രിക്കാൻ. പക്ഷെ ആ ഭക്ഷണം നിയന്ത്രിക്കണം ഒക്കെപ്പാടെ വൈകുന്നേരത്തെ അട്ടിമറിയരുത്. തലശ്ശേരിയിൽ ഒരു കഥ പറയുന്നത് കേൾക്കാം. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ കഥയാണ്. തലശ്ശേരിക്കാര് ഭക്ഷണപ്രിയരാണ്. വിദേശത്തുള്ള ആളുകൾക്കറിയാം. വിദേശത്ത് പോയാൽ അവിടെ കാണും, ഒരു തലശ്ശേരി റെസ്റ്റോറന്റ് കാണും. വലിയ കച്ചവടം ഉണ്ടാവും അവിടെ. അവര് അങ്ങനെ ഒരു രീതിയാണത്. അവരാണ് ഈ നാട്ടില് മലയാളക്കരയിൽ ആദ്യമായിട്ട് റമദാനിക്ക് ഈ കരിച്ചതും പൊരിച്ചതും കണ്ടെത്തിയത്. ഇപ്പൊ കേരളത്തിൽ എവിടെ ഇതില്ലാത്തത്? കരിച്ചവും പൊരിച്ചൊക്കെ ഞാൻ ഒഴിവാക്കുക, ഈ കൊല്ലം ഞാൻ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞാലും വൈകുന്നേരം ഒരു 5:30 ഭാര്യ ഒരു കോള് വരും, നിങ്ങളെവിടെയെന്ന്. ഞാൻ അങ്ങാടിയിൽ ഇതപ്പ വരാം, ഒരു 4 സമൂസ എന്തായാലും വാങ്ങണട്ടോ. അപ്പൊ അത് നിർത്തിന്നല്ലേ നമ്മൾ പറഞ്ഞല്ല. അപ്പൊ ഇങ്ങനെ ചോദിക്കണുണ്ട്. ഇപ്പം മാത്രല്ല, ഓൾക്കൊരു മോഹമുണ്ട്. അപ്പൊ അത് ആ കെയർ ഓഫിൽ ഇത് വാഴ നനിയുമ്പോ ചേമ്പ് നനി എന്ന് പറയുന്നൊരു വർത്താനുണ്ട്. അതങ്ങനെ അങ്ങനെ അല്ലേ. നോമ്പ് തുറയാൽ ഈ സാധനം നിർബന്ധമായി മാറും. ഏതായാലും ഈ സാധനം അങ്ങനെ പലവിധ സാധനങ്ങളും ഞാൻ പറഞ്ഞു വന്നത്, ഈ നോമ്പ് നിയമമാക്കിയപ്പോ തലശ്ശേരിക്കാരൊക്കെ പാടെ ഒരു മീറ്റിംഗ് കൂടിയാണ്. ഒരു മാസം മുഴുവൻ പട്ടിണി കിടക്കണം എന്നുള്ള ഒരു നിയമം വന്നപ്പോ, കഥ മാത്രമാണ് ഇപ്പൊ. അപ്പൊ ഇവര് പറഞ്ഞു, നമുക്ക് പടച്ചോനോട് പോയിട്ടൊന്ന് സംസാരിക്കാം, ഒരു അളവ് കിട്ടുമോ നോക്കാം. അങ്ങനെ 2 ആളുകളെ ഏൽപ്പിച്ചു. അങ്ങനെ ഇവര് 2 ആളും കൂടി പോയി പടച്ചോനോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ പടച്ചോനോട് ചോദിച്ചു, അല്ല പടച്ചോനെ, നിയമാക്കിക്കണോ? നിയമാക്കി. ഒരു മാസം മുഴുവൻ ഒന്നും തിന്നാൻ പറ്റൂലേ? ഒന്നും തിന്നാൻ പറ്റൂല. വെള്ളം കുടിക്കാൻ പറ്റോ? പറ്റൂല. ഒന്നും പറ്റൂല. ഒരു അന്നപാനീയങ്ങളൊന്നും തിന്നാനും പാടില്ല, കുടിക്കാനും പാടില്ല. ഒരു രക്ഷയില്ല. സമയപ്പോഴാണ് സുബഹി മുതൽ മഗ്‌രിബ് വരെ. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഇന്ന് അങ്ങോട്ട് പോരിയടാന്ന് പറഞ്ഞു. അവിടെ തുടങ്ങി ഇതറ തീർച്ച. മഗ്‌രിബ് മുതലാണ് തുടങ്ങി. പിന്നെ ഏത് വരെ? സുബഹി ബാങ്ക് വരെയും തീർക്കുകയാണ്. ചില ആൾക്കാരെ നോമ്പ് തുറ കണ്ടാൽ തന്നെ അന്തം വിട്ടു പോകും. അതിങ്ങനെ അങ്ങനെ അല്ലെ, മേലെന്ന് ഇങ്ങനെ ആമാശയം അങ്ങനെ അന്തം വിട്ട് നോക്കണ്ടാവും. അള്ളാ, നോൽപുട്ട് ചാടുന്ന, അതാ പൊറാട്ടപ്പുറത്ത് കൂടെ ചാടുന്നത്, തണ്ണിമത്ത ഈ ഭാഗത്ത് കൂടെ ചാടുന്നത്. തണ്ണിമത്തിനുകളൊക്കെ ഇപ്പൊ തന്നെ ഇറങ്ങി തുടങ്ങി. അങ്ങനെ അന്തം വിട്ട് ഇങ്ങോട്ട് ആകെ ലെവലൊക്കെ തെറ്റി. എന്നിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോയി അല്ലെ, തറാവീഹിന് പോയി കൈ കെട്ടിയിട്ട് എന്നാ അടുത്ത ആളെ തോണ്ടാത്തത്? തോണ്ടിയിട്ട് ഇപ്പൊ 4 ആയത്, 6 ആയത്, ഇപ്പൊ 2 ഒരു ഹാലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് വേണ്ട. അത് കഴിഞ്ഞിട്ട് വേണം ഈ കനത്തിൽ ഭക്ഷണം കഴിച്ചോളൂ. നമുക്ക് ഈ മലയാളികൾക്കുള്ള, വിദേശത്ത് പോയ ആളുകളുണ്ടല്ലോ, അവിടെ ഒന്നും എനിക്ക് അനുഭവമുണ്ട്. മഗ്‌രിബിന്റെ നേരത്തൊന്നും ഇത്ര തോനൊന്നും ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടില്ല. ഭക്ഷണം കഴിക്കും, ഇതേമാതിരി ഇശാ കഴിഞ്ഞിട്ടോ തറാവി കഴിഞ്ഞിട്ടോ ഒക്കെ നന്നായി ഭക്ഷണം കഴിക്കുന്നതാണ്. നമ്മളെ നാട്ടില് ഈ മഗ്‌രിബിക്ക് തന്നെ അങ്ങോട്ട് ഭക്ഷണം കഴിക്കും. പിന്നെ ഒന്നിനും വയ്യ. പിന്നെ എങ്ങനെ പള്ളിക്കൽക്ക് പോണെന്ന് അറിയില്ല, നിസ്കാരത്തിൽ ഏതാ ഓതണെന്ന് അറിയില്ല, എത്ര റക്അത്താന്ന് അറിയില്ല. പിന്നെ ഇമാം ഇങ്ങനെ ഇതുണ്ടല്ലോ, ഈ വിത്തറാവുമ്പോ സബ്ബിസ്മ റബ്ബിക്കൽ അഅ്ല ചെല്ലുമ്പോഴാണ് തറാവി കഴിഞ്ഞിക്കണില്ലേ എന്നുള്ളൊരു ധാരണ വരികയാണ് ഇവന്, അല്ലേ? മൻ സ്വാമ റമളാന ഈമാനം വഹ്തിസ്വാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരു റിപ്പോർട്ട് അങ്ങനെ. മറ്റൊരു റിപ്പോർട്ട് അതേപോലെ, മൻ ഖാമ റമളാന ഈമാനം വഹ്തിസ്വാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. പ്രതിഫലം മോഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നോമ്പ് നോറ്റവൻ, പ്രതിഫലം മോഹിച്ച് വിശ്വാസത്തോടെ രാത്രി നമസ്കരിച്ചവൻ, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. ആ ഒരു തലം നമുക്കുണ്ടാകും. ഖുർആന്റെ കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്താണ്. അത് നമ്മളത് പാരായണം ചെയ്യുക. നമുക്ക് എല്ലാ കൊല്ലവും പറ്റുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ആ നോമ്പ് 1 നമ്മളങ്ങോട്ട് ഇരുന്ന് സുബഹി കഴിഞ്ഞേക്കാണ് ഖുർആൻ ഓതി. സുബ്ഹാനല്ലാഹ്, ഓതിയിട്ട് 8-9 മണി വരെ അങ്ങനെ ഓതി വെക്കുമ്പോ ഒരു 9:30-10 ജുസ് കഴിക്കണം. നമ്മളെ അന്തം വിട്ടുപോയി. അപ്പൊ അടയാളം വെച്ച് ഇനി മതി, നിർത്തി. അത് നിർത്തിയപ്പോ
നമ്മളെ മനസ്സിൽ തോന്നി റബ്ബേ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 3 ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു ഖത്തമാണ് തീർന്നില്ലേ. സ്വാഭാവികമായിട്ട് ഈ കോലത്തിൽ പോവുകയാണെങ്കിൽ റമദാനിൽ തന്നെ ഫുൾ എത്രണ്ണം ഒരു 8 10 ഖത്തൊക്കെ ഞാൻ ഓതുന്നു തോന്നിപ്പോയ ദിവസമായിരുന്നു അത്. എന്നാലോ രണ്ടാമത്തെ ദിവസം നമ്മളിങ്ങനെ ഖുർആൻ ഓതി കുറച്ചിങ്ങനെ ഓതിയപ്പോഴാണ് മൊബൈലിൽ നിന്ന് ഒരൊച്ച കിടി മെസ്സേജാണ്. അപ്പൊ ഇങ്ങോട്ട് നോക്കി നോക്കുമ്പോ വേണ്ടപ്പെട്ട ഒരാള് റമദാൻ മുബാറക്ക് അയച്ചിക്കാണ്. അപ്പൊ പിന്നെ നമ്മളൊന്നും അങ്ങോട്ട് അയക്കണ്ടേ, അങ്ങോട്ടും അയച്ചു റമദാൻ മുബാറക്ക്. അതിങ്ങോട്ട് കഴിഞ്ഞു വെച്ചപ്പോ അടുത്ത കിടി. അപ്പൊ അത് വേറെ നമ്മളെ വേണ്ടപ്പെട്ട മൂത്തമ്മയുടെ മകളുടെ റമദാൻ മുബാറക്ക് അപ്പൊ വന്നിക്കണം. അല്ലാ ഓൾക്ക് അയച്ചിട്ടില്ലെങ്കിൽ ഓള് പെട്ടെന്ന് പിണങ്ങുന്ന ആളാണ്, ഓൾക്കും അയച്ചു. അങ്ങനെ പിന്നെ പലർക്കും അങ്ങോട്ട് അയച്ചു. അങ്ങനെ അയച്ചു നോക്കുമ്പോ അന്ന് അങ്ങനെ ഒരു 10 മണിയായി. അപ്പൊ ഓന് പണിക്ക് പോണ്ട നേരായി, ഓൻ പോയി. അന്നൊന്നും ഓതിയില്ല അല്ലേ. മൂന്നാമത്തെ ദിവസം ഇതേപോലെ ഖുർആൻ ഓതായിരുന്നതാ. അന്നൊരു ഫോൺ ഇങ്ങോട്ട് വന്നു, ഇജ്ജ് എവിടെ ഒന്നും ഇങ്ങോട്ട് വാ പിന്നെ ഓൻ അങ്ങനെയാണ് പോയി. പിന്നെ ശുഗലായി, തിരക്കായി ആകെ, പിന്നെ ഒന്നിനും ഒഴിവില്ല. പിന്നെ നോമ്പൊരു 27 28 ആയി. അപ്പോഴാണ് കുട്ടികൾ ഡ്രസ്സ് എടുക്കണ്ടേ, അത് വേണ്ടേ ഇത് വേണ്ടേ എന്നൊക്കെ പറയുമ്പോഴാണ് നോമ്പ് കഴിഞ്ഞില്ലേന്നാ. അപ്പൊ ഇപ്പം ഖുർആനിക്ക് ഇങ്ങനെ നോക്കുക. അപ്പോഴും ആ 9.5 ജുസുമ്മ നിൽക്കുകയാണ് ഈ സാധനട്ടോ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ തോന്നി ഏതായാലും റബ്ബെ ഈ കൊല്ലം എങ്ങനെയാണ് കഴിഞ്ഞു, അടുത്ത കൊല്ലം ഒന്ന് ഉഷാറാകാം. അങ്ങനെ എത്ര കൊല്ല കടന്നു പോണ്. ഇതിന്റെ ഇടയിൽ ഒരു ദിവസം നമ്മളെ റൂഹ് പിടിച്ച് പോകൂലേ, വീർപ്പിതൊന്ന് നിന്ന് പോയാൽ ഈ അഹന്തത തീർന്നിടും, പെരിയവൻ തന്നുള്ള റൂഹവൻ തന്നെ കൊണ്ട് പോയിടും. നടന്ന് നമ്മള് ഖബറിലെത്തിച്ചേർന്നിടും, നാള് പൊഴിയും തോറും നമ്മുടെ ആയുസ്സെണ്ണം കുറഞ്ഞിടും. വീർപ്പിതൊന്ന് എന്നാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആനുമായിട്ടുള്ള ബന്ധം, പിന്നെ ഭക്ഷണമായിട്ടുള്ളൊരു നിയന്ത്രണം, അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഭക്ഷണ നിയന്ത്രണം പ്രധാനമാണ് റമദാനിൽ. അന്നപാനീയങ്ങളുടെ നിയന്ത്രണം പ്രധാനമാണ്. അതോടൊപ്പം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ധാരാളം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നശിപ്പിച്ച് കളയാൻ പാടില്ല. നമുക്ക് പറ്റുന്ന വേറൊരു പാളിച്ചതാണ് അല്ലെ. റമദാനാകുമ്പോ ഒരുപാട് ഉണ്ടാക്കും വീട്ടിൽ. ആരേലും വരുമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കുന്നതാണ്. എന്നിട്ടോ നോമ്പറക്കാൻ നേരത്തെ 2 ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോ തന്നെ മതിയായി. ആഗ്രഹങ്ങൾ പെട്ടെന്ന് തീരുകയാണ്. മതി. ആദ്യം എന്തൊക്കെയോ തോന്നിയെന്ന്, ഒന്നുമില്ല, കഴിഞ്ഞ്, ഇനിയൊന്നും വേണ്ട. അപ്പോൾ എന്തായി, ഞാൻ ആർക്കും വേണ്ട. സ്വാഭാവികമായിട്ടും പിന്നെന്താ നടക്കുക, പിന്നെ ഈ അയലോക്കക്കാർ തമ്മിൽ സംസാരിക്കണാണ്, നിങ്ങളെപ്പോഴേ പത്തിരി കളഞ്ഞത്. ഞങ്ങള് പിന്നെ അത്താഴത്തിന് എണീറ്റപ്പോ അതൊരു സ്മെല്ല് വന്നിക്കണം, ഞങ്ങളാണ് നിങ്ങളോ, ഞങ്ങൾ തറാവി കഴിഞ്ഞ് വന്നേക്ക് തന്നെ കളഞ്ഞോ. അഹങ്കാരത്തിന്റെ വർത്താനാണ്. ഞങ്ങളൊക്കെ അത് ആദ്യം തന്നെ കളഞ്ഞില്ലേ. എന്താണ് ഈ വാക്ക്? എന്റെ മൈമൂന എത്ര നല്ല പെണ്ണാണെന്നറിയുമോ? ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദാ സഫിയത്തും മൈമൂനത്തും വാ റംല ഹിന്ദും വാ സൈനബുൻ കദാ ജുവൈരിയാ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തും മർളിയാ. റസൂലുള്ളാഹിന്റെ സഹധർമ്മിണിമാരെ പേരാണ്. അവിടുന്ന് വഫാത്താകുമ്പോ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സഹധർമ്മിണിമാർ, അതില് മൈമൂനയുണ്ട്. ആ മൈമൂനാനെ പറ്റി റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, എന്റെ മൈമൂന എത്ര നല്ല പെണ്ണാണെന്നറിയുമോ? എല്ലാവരും കാത് കൂർപ്പിച്ച് നോക്കി, എന്താണ് നബി പറയാൻ പോകുന്നത്? അപ്പൊ അവിടുന്ന് പറഞ്ഞു, ഭക്ഷണം കഴിക്കുമ്പോ അതെങ്ങാനും താഴെ വീണാൽ അതെടുത്ത് കഴുകി കഴിക്കും എന്റെ മൈമൂന. ചില ഹോട്ടലിലൊക്കെ കയറിയിട്ടുണ്ടാകും, ചില ആൾക്കാർ ഭക്ഷണം ബാക്കിയിട്ട് പോകണം. ഇന്നത്തെ മക്കളെ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കണം തോന്നിപ്പോവുകയാണ്. ഞാനൊരു ഹൈസ്കൂളിലെ അധ്യാപകനാണ്, എനിക്കറിയാം. ഉച്ചക്ക് ചോറ് വിളമ്പിക്കഴിഞ്ഞാൽ എൻ്റെ റബ്ബേ 4 ബക്കറ്റ് ചോറ് കളയാനാ. എന്തിനാ അറിയോ? ഈ കുട്ടികൾക്ക് വിളമ്പിക്കൊടുത്തത് അവര് കൊടുത്തിട്ട് ബക്കറ്റ് കൊട്ടുകയാണ്, എന്നിട്ട് അത് 4 ബക്കറ്റ് ആകുകയാണ്. എന്തൊരു അത്ഭുതമാണ്!
ഒരു നേരത്തെ അന്നം കിട്ടാതെ, അല്ലെ, ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെട്ട ഒരു കാലം. 4 മാസപ്പിറവികൾ കടന്നുപോയി. ആയിഷ ബീവി പറയുകയാണ്, ഞങ്ങളെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞില്ല, വേവിച്ച ഒരു ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. 2 കറുത്ത സാധനങ്ങളാണെന്ന് ഞങ്ങൾ ഭക്ഷിച്ചത്. അല്ല സ്വദാനി, ഉമ്മ അന്നെന്തായിരുന്നു നിങ്ങൾ തിന്നത്? പിൽക്കാലത്താണ് അവരോട് ചോദിക്കുന്നത്. അപ്പൊ അവര് പറയുന്നൊരു മറുപടിയുണ്ട്, അത്തംറു വൽമാ, കാരക്കയും പച്ചവെള്ളവുമാണ്. അതാണ് അന്നത്തെ കാലം. ആയിഷ ബീവിക്ക് ഒരു ദിവസം ഒരു ചാക്ക് നിറയെ ഈത്തപ്പഴം ഒരാള് ഹദിയ കൊടുത്തു. ആയിഷ ബീവിയുടെ വീട്ടിൽ അതുണ്ട്. അപ്പൊ ഒരാൾ ചോദിച്ചു വന്നു, ഉമ്മ എന്തെങ്കിലും തരുമോ? അവർക്ക് കൊടുത്തു ഉമ്മ. അപ്പൊ അതറിഞ്ഞ് അടുത്ത ആള് വന്നു, അവർക്കും കൊടുത്തു. കേട്ടവർ അറിഞ്ഞവർ ആയിഷ ബീവിയുടെ വീട്ടിലെത്തി. എല്ലാവർക്കും ആയിഷ ബീവി ഇങ്ങനെ കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ടാണ് പുണ്യനബി വന്നത്. സങ്കടം തോന്നി ആയിഷ ബീവിക്ക്. നബിക്ക് ഒരുപാട് കൊടുക്കണം എന്ന് മനസ്സിലുണ്ടായിരുന്നു. സങ്കടത്തോടെ റസൂലുള്ളാഹിനോട് ആയിഷ ബീവി പറയാണ്, യാ റസൂലല്ലാഹ്, ഒരുപാട് ഈത്തപ്പഴം ഒരാള് ഹദിയ തന്നു. ആളുകൾ ചോദിച്ചപ്പോ ഞാൻ എല്ലാവർക്കും കൊടുത്തു. ഇപ്പൊ ഇത് മാത്രം ബാക്കിയായി നബിയേ, മറ്റൊക്കെല്ലാം ഞാൻ കൊടുത്തു തീർന്നുപോയി എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പറയുന്നു, ആയിഷ അങ്ങനെയല്ല പറയേണ്ടത് ആയിഷ, ഇതാണ് തീർന്നു പോയത് ആയിഷ, നീ കൊടുത്തത് മുഴുവൻ ബാക്കിയായി ആയിഷ. ആ കാലാണ്. അതുകൊണ്ട് ഭക്ഷണം ദൂർത്തടിക്കരുത്. മറക്കണ്ട, അന്നത്തിന്റെ വില മറക്കണ്ട. പരീക്ഷണം എങ്ങട്ടാ പോകാന്നറിഞ്ഞൂടാ, പട്ടിണി എങ്ങനെ വരികയെന്നറിഞ്ഞൂടാ. ഓർക്കുന്നുണ്ടോ, നമ്മളൊരു 50 കൊല്ലം മുമ്പ് മലയാളി പട്ടിണി കടന്നത്? ഒരു 100 കൊല്ലം മുമ്പ് ഈ നാട്ടിലെ പട്ടിണി. അന്നമില്ലാത്ത ജീവിതങ്ങൾ, എത്ര പേക്കോലങ്ങൾ, പട്ടിണി കടന്ന് മരിച്ച എത്ര മനുഷ്യന്മാർ. മലയാള ചരിത്രം വായിക്കുമ്പോ അത്ഭുതം തോന്നിയിട്ടുണ്ട്. പോർച്ചുഗീസുകാരോട് കടുത്ത ശത്രുത കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു. പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ ആ കഥ പറഞ്ഞു തരുന്നുണ്ട്. അറബിക്കടലിന്റെ വിരിമാറിൽ മാപ്പിളമാരെ കയ്യും തലയും വെട്ടിയിട്ടു അന്നത്തെ പോർച്ചുഗീസുകാർ. വല്ലാത്ത കോപം അതുകൊണ്ട് മാപ്പിളമാർക്ക് പോർച്ചുഗീസുകാരുണ്ടായിരുന്നു. കുഞ്ഞാലിയോട് മാത്രമല്ല, കുഞ്ഞാലിയുടെ ആളുകളോടും അവർക്ക് കൊടിയ വിരോധമായിരുന്നു. പക്ഷേ ഉള്ളിൽ എപ്പോഴോ ആ മാപ്പിളമാർ പോർച്ചുഗീസുകാരെ ഉള്ളിൽ സ്നേഹിച്ച ഒരു കഥയുണ്ട്. എന്താണെന്നറിയോ? നമ്മളെ നാട്ടില് എന്തൊക്കെ സാധനങ്ങള് ഇപ്പോ കപ്പ എന്ന് പറയും. കപ്പ തന്നെയല്ലേ ഇവിടെ പറയാ? കൊള്ളി എന്ന് പറയും. നാട്ടില് കൊള്ളി പറഞ്ഞ പറക. എല്ലായിടത്തും കൊള്ളി എന്ന് പറയാൻ പറ്റൂല അല്പം. ഏതായാലും ഈ കൊള്ളി എന്ന് പറഞ്ഞ സാധനം. അതുപോലെ നമ്മളെ ഈ ഓമക്കായ, നാട്ടിൽ കറവത്ത് എന്ന് പറഞ്ഞ സാധനമാണ് ഓമക്കായ. പൈനാപ്പിള്, കൈതച്ചക്ക എന്ന് പറഞ്ഞ പൈനാപ്പിള്, പറങ്കിയണ്ടി, പറങ്ങിയതിന് പേരെന്നെ. ഈ സാധനങ്ങളൊക്കെ പോർച്ചുഗീസുകാർ കൊടുക്കുന്നതാണ്. അവരെ കപ്പലിലാണ് ഈ സാധനം വരുന്നത് ഈ നാട്ടിക്ക്. ആദ്യമായിട്ട് ഈ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നട്ടുവിടെ. ഈ മണ്ണതിന് പറ്റിയതാന്ന് അവർക്ക് മനസ്സിലായി. കൊള്ളി എന്ന് പറഞ്ഞ പൂളക്കിഴങ്ങ് അഥവാ കപ്പ, അതിങ്ങനെ ഈ നാട്ടില് അത് തറി നട്ടിട്ട് അതിന്റെ സമയമായപ്പോ 6 മാസം കഴിഞ്ഞപ്പോ അത് പറിക്കുന്നുണ്ട് അന്നത്തെ തൊഴിലാളികള്. പാവങ്ങളായ തൊഴിലാളികൾ, മാപ്പിളമാരായ തൊഴിലാളികൾ. അവരത് പറിച്ചപ്പോ ഈ സാധനം കണ്ടു. ആ കൗതുകാണ്. അത് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് അതങ്ങോട്ട് വായിൽ വെച്ചോക്കുമ്പോ അവർ അത്ഭുതപ്പെട്ടു. ചിലരത് വേവിച്ചു തിന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് മാപ്പിള വയറു നിറച്ച സാധനത്തിന്റെ പേരാണ് ഈ കൊള്ളി. 500 കൊല്ലം മുമ്പുള്ള കേരളത്തിന്റെ കഥ അറിയാണ് ഞാൻ. ചരിത്രം പഠിക്കണം നമ്മൾ. അതാണ് അവസ്ഥ പ്രിയപ്പെട്ടവരെ, അല്ലെ? ഇന്നിപ്പോ ഈ കൊള്ളി നമ്മളെ കുട്ടികൾക്ക് പറ്റുമോ? അത് പറ്റില്ല. കുട്ടികൾ ഈ പച്ചക്കറി കൂട്ടാനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാം, അതില
കഷ്ണങ്ങളൊക്കെ വല്ല ബോംബ് കണ്ട മാതിരി കുട്ടി ബേജാറായിട്ട് കാണാം. എന്നിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കണതാണ്. എന്റെ മക്കൾ അങ്ങനെ തന്നെയാണ്. ഞാനതെടുത്ത് തിന്നണ ഒരാളാണ്. എനിക്കത് കഴിയില്ല, ഭക്ഷണം നശിപ്പിക്കാൻ കഴിയില്ല. എന്റെ ഭാര്യ എന്നോട് പറയും, നിങ്ങൾ തടി നാശാക്കും, നിങ്ങൾ കുട്ടികൾ കളയാന്ന് വിചാരിച്ച് അതൊക്കെ പാടെ തിന്നാൻ നിൽക്കണ്ടെന്ന് പറയും. എനിക്കെന്തോ അറിയില്ല. പട്ടിണി എന്തെന്നറിഞ്ഞവനാണ് ഞാൻ. ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഭക്ഷണത്തിന്റെ വില മനസ്സിലാക്കുക. നമ്മളെ ഇബാദത്തുകൾ നമ്മൾ കൃത്യമാക്കുക, ജമാഅത്തുകൾ പതിവാക്കുക, അതിന്റെ ഫളാഇൽ തിരിച്ചറിയുക, ഖുർആന്റെ പാരായണം, അതിന്റെ പഠനം, അതിനപ്പുറം നമ്മളെ സ്വഭാവവും സംസ്കരിക്കുക, നല്ല സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ടാക്കിയെടുക്കുക. ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്ക് വീണ്ടും പറയട്ടെ, യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. രക്ഷപ്പെട്ട ഹൃദയം, ആ ഹൃദയത്തോടെ സ്വർഗത്തിൽ ചെല്ലണം, പരലോകത്ത് ചെല്ലണം. അവനാണെന്ന് രക്ഷപ്പെട്ടവൻ. നോമ്പുകൊണ്ട് അതുണ്ടാകണം നമുക്ക്. അസ്സൗമു ജുന്ന, നോമ്പൊരു പരിചയായി മാറണം. യസ്തജിന്നു ബിഹാ, അതുകൊണ്ട് ആ പരിച തടുക്കണം. മന്നാർ, നരകത്തെ അത് തടുക്കണം. നിങ്ങളെ നരകത്തിൽ നിന്ന് തടുക്കാനുള്ള പരിചയായിട്ട് നിങ്ങളെ നോമ്പ് മാറണം. കുടുംബത്തിലെ സംസ്കാരമുണ്ടാകണം. 18 വയസ്സ് പ്രായമായ മക്കൾക്ക് 18 വയസ്സ് വരെ ഉമ്മയും ബാപ്പയും പൊന്നുമോളെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തി. ഏതോ ഒരു ഇൻസ്റ്റയിൽ പരിചയപ്പെട്ടവന്റെ 2 ആഴ്ച മാത്രം പരിചയമുള്ളവന്റെ കൂടെ പൊന്നുമോളെ നീ ഇറങ്ങിപ്പോകുമ്പോ ഈ ബാപ്പയും ഉമ്മയുടെയും നെഞ്ചു പടയുന്നുണ്ട്. ആ കണ്ണുനീര് 2 ലോകത്തും നിന്റെ നെഞ്ചിൽ തറക്കുന്ന ശാപമാണ്. അതുകൊണ്ട് അവിടെ ഖുർആന്റെ ഒരു അധ്യാപനമുണ്ട്. ഖുർആൻ നമ്മളോട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പുണ്യനബിയുടെ വർത്തമാനവുമുണ്ട്. വേഷവിധാനം ആകെ താറുമാറായ കാലമാണ്. പുണ്യനബിയുടെ ഒരു വാക്കുണ്ട്, അത് വല്ലാത്ത വാക്കാണ്. നബി കരുണയുടെ പ്രവാചകനാണ്, കാരുണ്യത്തിന്റെ നബിയാണ്, സ്നേഹത്തിന്റെ നബിയാണ്. പക്ഷെ എന്നിട്ടും അവിടെ നിന്നൊരു വാക്ക് പറഞ്ഞു, ലഅന റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂല് ശപിച്ചിട്ടുണ്ട്. ആരെ? ആൺവേഷം ധരിക്കുന്ന പെണ്ണുങ്ങളെ, പെൺവേഷം ധരിക്കുന്ന ആണുങ്ങളെ. ഹദീസാണ് കേട്ടോ, അതിന്റെ സനദൊക്കെ വളരെ കൃത്യം, ഒരു സംശയവും വേണ്ട. എന്തോ അറിയില്ല, സമുദായം അതാണ് തോട്ടുക്ക് വലിച്ചെറിഞ്ഞിക്കുക. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല. നമ്മളെ കുട്ടികൾ പോകണ്ടില്ല യാത്ര, ആ ടീഷർട്ട്, ആ ജീൻസ്, അതൊക്കെ ഇങ്ങോട്ട് ഇട്ടാ കുട്ടികൾക്ക് തന്നെ ഒരു അല്ലെ. എന്നിട്ട് ഇന്റർവ്യൂ നടത്താൻ വേണ്ടി കുറച്ച് ആൾക്കാരെ പോലോട്, അല്ല ഈ വേഷം എങ്ങനെയുണ്ട്, ഇത് എനിക്ക് ആത്മവിശ്വാസം തോന്നുന്നു. ഓ, എന്തൊരു ആത്മവിശ്വാസം അവൾക്ക് തോന്നണ്. ഞങ്ങളെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മോചിപ്പിച്ചതായി തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് വെളിങ്ങനെ വർത്താനം പറയാം. അപ്പൊ നമ്മളെ ആൾക്കാർ അതിന്റെ അടിയിൽ ഇങ്ങനെ കമന്റ് ഇടുക. അപ്പൊ വേറെ ചിലര് പറയാം 6-ാം നൂറ്റാണ്ടെന്ന് വണ്ടി കിട്ടാത്തവര് ഇപ്പോഴും അതിനെ കുറ്റം പറയാണ്. 6-ാം നൂറ്റാണ്ടെന്ന് ഉള്ള വണ്ടി ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു വണ്ടിയാണ്. ആ സംസ്കാരം ഉണ്ടല്ലോ, ഖിയാമം വരെ ഇന്ന് അത് ആവശ്യപ്പെടാണ്. എത്ര കൊലപാതകങ്ങളാ ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. എങ്ങനെ ഈ കൊലപാതകം എന്നറിയുങ്ങള്? ബാംഗ്ലൂര് പഠിക്കുന്ന പെൺകുട്ടി നാട്ടിക്ക് പോകുന്നതാ. പക്ഷെ അവൾ 3 ദിവസം പാർത്തത് കോഴിക്കോട്ടെ അവളുടെ സുഹൃത്തിന്റെ കൂടെയാണ്. 3-ാമത്തെ ദിവസം അവളുടെ മയ്യത്ത് കൊലപാതകം. പിന്നെയാണ് നാട്ടുകാരറിയുന്നത്. അന്തം വിട്ടുപോയി. അള്ളാഹു നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിത് പറയുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നത് എന്തെന്നറിയോ? ഒരു പുരോഗതി ഇല്ലാത്ത ആൾക്കാരാണ് ഇവരെന്ന് തോന്നണ്ട. സ്വന്തം മക്കൾക്ക് അത് പറ്റുമ്പോഴല്ലേ ഇത് അറിയുള്ളൂ. നാട്ടുകാർക്ക് പറ്റുമ്പോ നമുക്ക് അങ്ങനെ തോന്നൂല. സ്വന്തം വീട്ടിലങ്ങനെ വരുമ്പോ അത് അനുഭവിക്കുന്നവന് തോന്നും അതിന്റെ പ്രയാസം, അതിന്റെ വിഷമം. അതുകൊണ്ട് പൊന്നുമക്കളെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മാതാപിതാക്കളെ കരയിപ്പിക്കരുത്. നിങ്ങളെ കാരണം കൊണ്ട് ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണുനീര് വീഴരുത്. ഞാൻ പറഞ്ഞ അതെല്ലാം ഖുർആന്റെ ഭാഗമാണ്.
لها معان كموج البحر في كرمه وفوق جوهره في الحسن والقيم لم تقترن بزمان وهي تخبرنا عن المعاد وعن عاد وعن نرمي. സർവകാലികമാണ് ഖുർആൻ. ഒരു പ്രത്യേക കാലത്തോട് ഒട്ടി നിന്നതല്ല, എല്ലാ കാലത്തും ഇത് അത്ഭുതമാണ്. ഇത് കടലിന്റെ തിരമാല പോലെയാണ് ഇതിന്റെ ആശയങ്ങൾ. ഇതിന്റെ അടിത്തട്ടിൽ മുത്തുണ്ട്, പവിഴമുണ്ട്, വൈഡൂര്യമുണ്ട്, മാണിക്യമുണ്ട്. ഇത് വല്ലാത്തൊരത്ഭുതമാണ്. അതാണ് ഖുർആൻ. അത് നമ്മളെ കൂടെ ഉണ്ട്, വീട്ടില് ഷെൽഫിലുണ്ട്. ആ ഓർമ്മ ദുഃഖത്തിന്റെ വിഷമം, പ്രയാസം ഉണ്ടാകുമ്പോ ഖുർആൻ നമ്മുടെ കൂടെ ഉണ്ടാകണം. എത്ര ഖുർആൻ നമുക്കറിയാം, ഞാൻ ഒരു ദിവസം എത്ര അതിനോട് ബന്ധപ്പെട്ടു. നമ്മൾ ഓരോരുത്തരും ഓർക്കണം, നാളെ പരലോകത്ത് അള്ളാന്റെ ഒരു ചോദ്യമുണ്ട്, നബിയുടെ ഒരു സാക്ഷ്യമുണ്ട്. യാ റബ്ബ്, എന്റെ റബ്ബേ, ഈ ജനങ്ങൾ ഈ ഖുർആനിനെ വെടിഞ്ഞവരാണ്. ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. ആ കൂട്ടത്തിൽ നമ്മളുണ്ടോന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു സമയമല്ല നമുക്ക്. അതുകൊണ്ട് ഖുർആനുമായിട്ട് ബന്ധപ്പെടാൻ ഇത്തിരി സമയം നമ്മൾ കണ്ടെത്തണം. ഖുർആന്റെ സ്വഭാവം ജീവിതത്തിൽ ഉണ്ടാകണം. ഇബാദത്തുകൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മനസ്സ് നന്നാകണം. നാവിനും നോമ്പ് കൊടുക്കണം. നോമ്പായിട്ട് ഇങ്ങനെ മറ്റുള്ളവന്റെ കുറ്റം പറഞ്ഞിട്ട് എന്തിനാ പട്ടിണി കിടക്കണത്? എത്രയെത്ര നോമ്പുകാർ പട്ടിണിയല്ലാതെ ഒന്നും അവർ നേടിയിരുന്നില്ല. റുബ്ബ സ്വാഇമിൻ, എത്രയെത്ര നോമ്പുകാർ അവര് പട്ടിണിയും ദാഹവുമല്ലാതെ മല്ലം യദഉ ഖൗലസ്സൂർ വൽഅമല ബിഹി ഫലൈസ ലില്ലാഹി ഹജ അൻ യദഅ തആമഹു വശറാബ. മോശപ്പെട്ട വാക്കും പ്രവൃത്തിയും ഉപേക്ഷിക്കാത്തിടത്തോളം നിങ്ങൾ പട്ടിണി കിടക്കണം എന്ന് അല്ലാഹുവിന് യാതൊരു താല്പര്യവുമില്ല. നോമ്പുകാരന്റെ വായനെ പറ്റി പറഞ്ഞത് കസ്തൂരിയാണെന്നാണ്. സുഗന്ധം, നബിക്ക് ഇഷ്ടമുള്ളതാണ് കസ്തൂരി. സഹാബത്ത് നബിക്ക് പലതും ഹദിയ കൊടുക്കാറുണ്ട്. ചിലപ്പൊക്കെ വാങ്ങും, ചിലത് വേണ്ടാന്ന് പറയും, എന്റെ അടുത്ത് ഉണ്ട് എന്ന് പറയും. നബിയുടെ സ്വഭാവം അങ്ങനെ. അത് കിട്ടിയത് മുഴുവൻ അങ്ങനെ വാങ്ങി പായുന്ന ആളല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ സഹാബികൾ പറയുന്നൊരു സംഗതി എന്താണെന്നറിയോ? ഞങ്ങൾ ഒരിക്കൽ പോലും കൊടുത്ത് ഞങ്ങളോട് വേണ്ടാന്ന് പറയാത്തൊരു സാധനമുണ്ട്. അത് കസ്തൂരിയാണ്, ഇത് സുഗന്ധമാണ്, അത് അത്റാണ്. ഇതിற்கு സുഗന്ധത്തോട് ഇഷ്ടമാണ്. ഹുബ്ബിബത്തു ഇലയ്യ അന്നിസാ, അല്ലാഹു എന്റെ ഭാര്യമാരോട് എനിക്ക് ഇഷ്ടം തോന്നിപ്പിച്ചു. എന്നിട്ട് പിന്നെ പറഞ്ഞു, എനിക്ക് സുഗന്ധത്തോടും എനിക്ക് ഇഷ്ടം തോന്നി. വത്വീബ്, ഹുബ്ബിബത്തു ഇലയ്യ അന്നിസാ വത്വീബ്, എനിക്ക് സുഗന്ധത്തോടും ഇഷ്ടമാണ്. സുഗന്ധദ്രവ്യങ്ങൾ റസൂലുള്ളാഹി ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു. അതിന്റെ നിയമം കാര്യങ്ങളൊന്നും പറയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്തിനാത്? മനുഷ്യന്റെ ദുർഗന്ധം മറ്റുള്ളവൻ അറിയണ്ട, നമ്മളെ ദുസ്വഭാവത്തിന്റെ ശല്യം മറ്റൊരാൾ അറിയണ്ട. മറ്റുള്ളവന്റെ കുറ്റം പറയുന്നതിനെ ഖുർആന്റെ രൂപം എന്താണെന്നറിയോ? അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ. നിങ്ങളെ സഹോദരന്റെ പച്ചമാംസം നിങ്ങൾ തിന്നുന്ന പോലെയാണ്. ഒരാളെ ഗീബത്തും നമീമത്തും പറയുന്നത്. വേവിച്ച മാംസം തിന്നാൽ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞാൽ വായക്ക് ദുർഗന്ധം ഉണ്ടാവും. പച്ചമാംസം തിന്നാലോ രൂക്ഷമായ ദുർഗന്ധമായിരിക്കും. നോമ്പുകാരനോ ആരെപ്പറ്റി ഒന്നും പറയുന്നില്ല. ആത്മീയമായ തലത്തിൽ അവന്റെ വായ പരിശുദ്ധമായി അങ്ങനെ നോക്കുമ്പോ അവന്റെ വായ പരിശുദ്ധമാണ്. അതാണ് അതിന്റെ ഒരു വ്യാഖ്യാനം പറയുന്നത്. മറ്റൊരു വ്യാഖ്യാനം സ്വർഗത്തിലെ നോമ്പുകാരന്റെ വ്യായയെ കുറിച്ചാണ് പറയുന്നത് എന്നാണ്. രണ്ടായാലും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നോമ്പ് നമ്മളെ കൂടെ ഉണ്ടാകണം, ജീവിക്കുന്ന നോമ്പാകണം. എല്ലാ അമലുകളും ചെയ്യാൻ കഴിയണം, ദാനധർമ്മങ്ങൾ ചെയ്യാൻ കഴിയണം, അല്ലേ? 100 സംഗതികൾ നമ്മളങ്ങനെ ഓർത്തു പോവുകയാണ്. മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുന്നതിന്റെ പുണ്യം പറഞ്ഞു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരർത്ഥത്തിലും നിങ്ങളുടെ നോമ്പിന്റെ പ്രതിഫലം വറ്റാതെ
മറ്റുള്ളവനെ നോമ്പ് തുറപ്പിക്കുമ്പോ നിങ്ങൾക്ക് പുണ്യം കിട്ടും. കണ്ണ് നനച്ചിട്ട് ഒരു സഹാബിയുടെ ചോദ്യമുണ്ട്, യാ റസൂലല്ലാ, ഞങ്ങൾക്കതിന് കഴിയില്ല നബിയേ. സ്വന്തം ജീവിതത്തിന്റെ ഒരിറക്ക് വെള്ളം, ഒരിറക്ക് ഭക്ഷണത്തിന് ദാരിദ്ര്യവും പ്രയാസവും അനുഭവിക്കുന്നവന്റെ ചോദ്യം. അപ്പ പറഞ്ഞൊരു മറുപടി, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കിട്ടും പ്രതിഫലം, ഒരു ചീള് കാരക്ക കൊണ്ട് നിനക്ക് പ്രതിഫലം കിട്ടും. നമ്മുടെ ഈ നോമ്പുതറുടെ സദസ്സിലൊക്കെ ഇരിക്കുമ്പോഴേ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, എടുത്തിരിക്കുന്ന ആളെന്ത് ചെയ്യുന്നറിയോ, ഒരു കാരക്കെടുത്ത് നമ്മളെ കയ്യിൽ തരും. അയാളത് നെയ്യത്തിലാണ് അത് തരുന്നത്, അത് വേഗം വാങ്ങുക. നമ്മളപ്പോഴും മെയിനായിട്ട് വേണ്ട ഞാൻ എടുത്തോണ്ട് വേണ്ടട്ടാ, അയാൾ ആ തരുന്നത് ഒരു നെയ്യത്താണ്. കാരണം അയാൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റണില്ല, ഇതൊരു പുണ്യകരമാകട്ടെ എന്ന് കരുതി അയാൾ ചെയ്യാണ്. നമ്മളെന്തിനു തടുക്കണം? അതാണ് നോമ്പ്, രാത്രി നമസ്കാരം, തറാവീഹ്, പിന്നെ നിരന്തരമായ പ്രാർത്ഥനകൾ, പിന്നെ വിട പറയുന്ന ഓരോ നോമ്പിന്റെയും പ്രതിഫലങ്ങൾ. ആയിഷ, ലൈലത്തുൽ ഖദർ എന്നാണെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു, നീ ഒരു ദുആ പഠിച്ചോ ആയിഷ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, എനിക്ക് നീ മാപ്പ് നൽകണമേ. ചില ദുആ എന്നറിയും, എല്ലാം ദുആ, നമ്മളെ വിഷമം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം റബ്ബിനോട് പറയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്തോട് വിട പറയും. ചെറിയ ആളുകൾ പോയില്ലേ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എൻ്റെ ഇവിടുത്തെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അലി സാഹിബ്, അദ്ദേഹം മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം സ്വർഗമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ എത്ര പ്രിയപ്പെട്ടവർ, അറിയുന്നവരും അറിയാത്തവരും, കൈപിടിച്ചവരും പിടിക്കാത്തവരും, ഓരോ പള്ളിക്കാട്ടിൽ കയറുമ്പോ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൻ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഓ മുഅ്മിനീങ്ങളുടെ ഭവനമേ, ഓ മുസ്ലിങ്ങളുടെ ഭവനമേ, അള്ളാന്റെ രക്ഷ നിങ്ങളുടെ മേലിലുണ്ടാകട്ടെ. അത് പറഞ്ഞ് പിന്നെ പറയുന്നത് നമ്മളെ പറ്റിയാണ്. വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അല്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് ഞങ്ങളും വന്ന് കിടക്കാനുള്ളവരാണ്. കൊഞ്ചി കൊഞ്ചി 4 കാല്, കൊഞ്ചം വിട്ടാൽ 2 കാല്, ആടി ആടി 3 കാല്, ആട്ടം വിട്ടാൽ 6 കാല്. ജീവിതം എത്ര രസകരമാണ്. കുഞ്ഞായിരിക്കുമ്പോ മുട്ടുകുത്തിയിട്ട് എത്ര കാലം നടന്നു, ആരൊക്കെ കളിപ്പിച്ചു, ആരൊക്കെ അന്ന് കൊഞ്ചിപ്പിച്ചു. എന്റേതാണ് ഈ പ്രപഞ്ചം, എന്റേതാണ് ഈ മാനം, എന്റേതാണ് ഈ നക്ഷത്രം. അല്ലാഹു അയ്യാമ തുഫൂലത്തി ഇന്നഹാ അലാ അഹ്ലിഹാ ഇന്നി വഅഹ്ന ഉമാലിയാ. ഇലിയാബുമാദി എന്ന അറബ് കവി എത്ര മനോഹരമായിട്ടാ പറഞ്ഞത്. പ്രപഞ്ചത്തിലെ എല്ലാം എന്റേതാണെന്ന് ഓരോ കുഞ്ഞും കരുതുന്ന കാലമാണ്. അതാണ് മനുഷ്യന്റെ ബാല്യകാലം. ഇന്ന് 4 കാലും പിന്നെ നടന്നു, കൊഞ്ചലൊക്കെ മാറി, കൊഞ്ചം വിട്ടാൽ 2 കാല്, പിന്നെ കൗമാരമായി, യൗവനമായി, മധ്യവയസ്കരായി, പിന്നെ വാർദ്ധക്യമായപ്പോ ശരീരത്തെ താങ്ങാൻ 2 കാല് പോരാ. അപ്പൊ 3ാമത്തെ ഒരു വടിയുടെ സഹായം തേടിയാടിയാടി 3 കാല്. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ അതും നിലക്കാനുള്ളതാണ്. ആട്ടം വിട്ടാൽ 6 കാല്. 6 കാലുള്ള മയ്യത്ത് കട്ടിലാണ്. കുല്ലുബന ഉൻതാവ ഇൻ ത്വാലത്ത് സലാമതുഹു യൗമൻ അലാ ആലത്തിൻ ഹദബാഉ മഹ്മൂലു. ഉമ്മ പെറ്റ മക്കളൊക്കെ അവരുടെ ജീവിതം എത്ര നീണ്ടുപോയാലും ഒരു നാളില്ല മയ്യത്ത് കട്ടിലിൽ അവരെയും ചുമന്നു കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് ഈ റമളാനിലൂടെ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ, അതിലൊരു കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ്.
ഇതിലൂടെ കടന്നു പോകാനാകണം. ഈ 8 കവാടങ്ങൾ പരിചയപ്പെടുത്തുമ്പോ കൊച്ചുകുട്ടിയെപ്പോലെ ഒരാൾ കൗതുകത്തോടെ കണ്ണ് നനക്കുന്നുണ്ട്. അള്ളാന്റെ റസൂലിന്റെ സദസ്സാണ്. നോക്കുമ്പോൾ നിഅമ ഖൈറു സായിസീന മിൻ റുആത്തിൽ മുസ്ലിമീൻ ഫഅബൂബക്കറുൻ ഇമാമുൻ ബഅദ ഖൈറിൽ മുർസലീൻ. അത് സിദ്ദീഖിന്റെ ചോദ്യമാണ്. അള്ളാന്റെ റസൂലേ, ഏത് വാതിലാണ് ഇതിലെനിക്കുള്ള വാതിൽ? അപ്പ വന്നു ഒരു മറുപടി, സിദ്ദീഖേ, ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നിങ്ങൾക്ക് അനുമതി തന്നിട്ടുണ്ട് സിദ്ദീഖ്. അതാണ് ആ മനുഷ്യൻ. പക്ഷിയെ കണ്ടിട്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു വർത്താനുണ്ട്. പക്ഷി, നീ എത്ര ഭാഗ്യവതിയാണ്. പാട്ട് പാടിയിട്ട് ഒരു ചില്ലയിൽ നിന്ന് അടുത്ത ചില്ലയിലേക്ക് നീ പാറിപ്പറക്കും. മടുക്കുമ്പോ പിന്നെയും നീ അങ്ങോട്ട് പാറിപ്പറക്കും. നിനക്ക് പരലോകത്ത് പ്രശ്നമില്ല, മണ്ണായി പോവുക എന്ന് പറയുമ്പോ നീ അവിടെ മണ്ണായി പോവൂലേ? സിദ്ദീഖ് അങ്ങനെയല്ലല്ലോ. നാളെ സിദ്ദീഖിനെ പരലോകത്തല്ല ചോദ്യം ചെയ്യുമെന്ന് പറയുന്ന ഈ മനുഷ്യൻ ആരെന്നറിയുമോ? അള്ളാന്റെ റസൂല് സ്വർഗമുണ്ടെന്ന് പറഞ്ഞ മനുഷ്യനാണ്. അതുകൊണ്ട് ആ സ്വർഗത്തിലെത്തണം നമുക്ക്. അതിനുവേണ്ടി ദുആ, അതിനുവേണ്ടി പ്രാർത്ഥന, അതിനുവേണ്ടി പ്രവർത്തനം. ഒറ്റ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുയായിയായിരുന്ന ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മുഅത്ത എന്ന് പേരുള്ള ഒരു യുദ്ധം, ആ യുദ്ധത്തിന് പോയതാണ്. ആ യുദ്ധത്തിൽ വിജയിച്ച വാർത്ത മദീനയിൽ എത്തുന്നുണ്ട്. മദീനയിൽ സന്തോഷമായി അന്നെല്ലാവരും. അന്ന് യുദ്ധത്തിനൊക്കെ പോയി വരുമ്പോ വീടുകളിലൊക്കെ നല്ല നല്ല പ്രകാശങ്ങൾ തെളിയുന്നതാണ്. കുട്ടികൾക്കൊക്കെ നല്ല വസ്ത്രം ധരിപ്പിക്കും ഭാര്യമാർ. അവരും നല്ല ഉടയാടകൾ ധരിക്കും. മക്കളെ വസ്ത്രത്തിൽ അത്തറ പുരട്ടും, അവരും അത്തറ പുരട്ടും. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. മറ്റൊരു കാത്തിരിപ്പുണ്ട്. യുദ്ധം കഴിഞ്ഞ് ഭർത്താക്കന്മാര് ജയിച്ചു വരിക. മുഴത്തയിൽ വിജയവാർത്തയാണ് മദീനയിലെത്തിയത്. ഇപ്പൊ വരും എന്റെ ജഅഫർ എന്ന പ്രതീക്ഷയിൽ 4 മക്കളെയും ഡ്രസ്സണിയിപ്പിച്ച് നല്ല ഉടയാട ധരിപ്പിച്ച് അതിൽ അത്തറ പുരട്ടി. അവളും നല്ല വസ്ത്രം ധരിച്ച് അതിൽ അത്തറ പുരട്ടി. ഒരു കാത്തിരിപ്പുണ്ട്, വല്ലാത്തൊരു കാത്തിരിപ്പാണ്. അത് ആർത്തിപ്പൂണ്ട കാത്തിരിപ്പ് ദീർഘമായി പോയി, കൂർത്ത മുള്ളുകൾ മനസ്സിൽ തട്ടിമുറി വായി. ജഅഫറിനെ കാത്തിരിക്കുകയാണ്. മണലാരണ്യത്തിലേക്ക് കണ്ണും നട്ടിട്ട് ആ ഉമ്മയും 4 മക്കളും. 38 വയസ്സ് മാത്രമാണ് അന്ന് ജഅഫറിന്റെ പ്രായമെന്നറിയണം. പക്ഷേ ജഅഫർ വരുന്നില്ല. ദീർഘമായ കാത്തിരിപ്പിനൊടുവില്ല വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂല് നേരിട്ട് കടന്നു വരുന്ന നബി വന്നു. അവിടുന്ന് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. നബിക്ക് നിയന്ത്രണം വിട്ടു. പച്ചക്കരളുള്ള മനുഷ്യനാണ് ഈ പ്രവാചകൻ. പ്രിയപ്പെട്ടവരൊക്കെ ജീവിതത്തിന്റെ പാതയോരത്തുനിന്ന് പെട്ടെന്ന് പോയപ്പോ വിതുമ്പിപ്പോയ നബിയാണ് ഈ നബി. ഇബ്രാഹിം എന്ന കുഞ്ഞിനെ കൈവെള്ളയിൽ വെച്ചിട്ട് ഈ പൊന്നുമോനെ ഇബ്രാഹിം, ഇന്നാല മഹ്സൂൻ ലഫിറാഖുക യാ ഇബ്രാഹിം, എന്റെ പൊന്നെ നിന്റെ വേർപാടിൽ എനിക്ക് ദുഃഖമുണ്ടെന്ന് പറഞ്ഞപ്പോ മാലക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചോദിച്ചൊരു നേരത്ത് ഹാദിഹി റഹ്മ, ഈ ഒഴുകി വരുന്നത് അബ്ദുറഹ്മാനെ ഇത് കാരുണ്യമാണ്, അള്ളാഹു അടിമകളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ കാരുണ്യമാണെന്ന് പറഞ്ഞ ആ പ്രവാചകൻ തന്നെയാണ് ഈ പ്രവാചകൻ. ഈ ഓരോ മക്കളെ നബി വാരിയെടുക്കാൻ തുടങ്ങി. അവരുടെ കവിളിൽ ഉമ്മ കൊടുക്കുകയാണ്. സുഗന്ധം പുരട്ടി കാത്തിരിക്കുന്ന മക്കളെ നിങ്ങൾക്കറിയുമോ? 100 കണക്കിന് വെട്ടുംകുത്തുമേറ്റിട്ട് നിങ്ങളെ ജഅഫർ രണാങ്കളത്തിൽ വിട പറഞ്ഞു പോയിട്ട് ആ മയ്യത്തവിടെ മറവ് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് റസൂലുള്ളാഹിനോട് വിവരം പറഞ്ഞ് ആ വീട്ടിൽ മരണവാർത്ത അറിയിക്കണം, ആ വീട്ടുകാരെ
സമാധാനിപ്പിക്കണം. അതിന് നിങ്ങൾക്കല്ലാതെ കഴിയില്ല നബിയേ. മനസ്സാന്നിധ്യത്തോടെ വന്ന പ്രവാചകൻ ചില നേരത്തങ്ങ് പതറിപ്പോവുകയാണ്. അവിടുത്തെ കണ്ണങ്ങ് നനഞ്ഞു, ആർദ്രമായി കണ്ണുനീര് പ്രവഹിച്ചു. ഈ മക്കളെ വാരിയെടുത്തിട്ട് ആ മക്കളെ കവിൾത്തടത്തില് തുരുതുരാവുമ്പ വെച്ചു. 4 മക്കളെയും ഉമ്മ വെക്കുമ്പോ അവിടുത്തെ കണ്ണുനീര് ഒഴുകി, മക്കളെ മുഖത്തുകൂടി ഒഴുകി ആ കണ്ണുനീര് അത് താഴോട്ടങ്ങ് ഇറ്റി വീഴുന്നൊരു നേരത്ത് ആ പെണ്ണ് ഞെട്ടിപ്പോയി. അവളൊരു ചോദ്യം ചോദിച്ചു, നബിയുടെ നെഞ്ചു തറച്ച ചോദ്യം, ഹൈന ജഅഫർ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്റെ ജഅഫർ എവിടെയാണ്? അപ്പ വന്നു മറുപടി, കരയാതെ പെങ്ങളെ, കരയാതെ. നിന്റെ ജഅഫർ ഇപ്പ രക്തം പുരണ്ട ചിറകുകളോടെ ജന്നാത്തുൽ ഫിർദൗസിൽ പാറിക്കളിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. വജഅഫറുല്ലദീ യുൽഹി വയുംസി യത്വീറു മഅൽ മലായികത ഇബ്ന അമ്മീ. ആ ജഅഫർ ബിൻ അബീ താലിബ് പോയ സ്വർഗത്തിൽ കുടുംബസമേതം പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാനിനെ ആദരവോടെ സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാനിൽ ഇൻഷാ അള്ളാഹ് ഇബാദത്തുകൾ നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ ചെറിയ മകൻ ഹാഫിളാണ്. അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ റമളാനിലും അതിന്റെ മുന്നത്തെ റമളാനിലും അവന് അവിടെ തൊട്ടടുത്ത പള്ളിയിലെ ഇമാമാണ്. ഈ റമളാനിലും ഇൻഷാ അള്ളാഹ് അത് നിർവഹിക്കണം. തീർച്ചയായും അതിന് ആരോഗ്യം, ആഫിയത്തും സൗഭാഗ്യമൊക്കെ ഉണ്ടാകണം. അള്ളാഹു അതൊക്കെ നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ മക്കൾ നല്ല മക്കളായി തന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കൺകുളിർമയുള്ള മക്കളെ തന്ന് റബ്ബ് നമുക്ക് ദീനിലും ദുനിയാവിലും സന്തോഷം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കൂട്ടായ്മ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് ആളുകൾ നമുക്ക് മുന്നേ നേരത്തെ കടന്നുപോയവരുണ്ട്. ഓർമ്മകളായി കടന്നുപോയവരുണ്ട്. ഓർക്കുമ്പോ അറിയാതെ കണ്ണ് നനഞ്ഞു പോകുന്ന കുറെ ആളുകളുണ്ട്. ജീവിതത്തിന് ചൂടും ചൂരും തന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബർ ജീവിതം നീ സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കണമേ റബ്ബേ. പ്രിയപ്പെട്ട പിതാവും മാതാവും 6 അടി മണ്ണിൽ കിടക്കുന്നു. ജീവിതത്തിന്റെ മുറ്റത്ത് താങ്ങും തണലുമായി നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ച, നമുക്ക് വേണ്ടി വേദന സഹിച്ച ഒരുപാട് പ്രിയപ്പെട്ടവർ, അല്ലാഹുവേ, അവരുടെ ഖബർ ജീവിതം സ്വർഗതുല്യമാക്കി കൊടുത്ത് നീ അനുഗ്രഹിക്കണമേ. ഈ ആദർശത്തെ ഓരോ നാട്ടിലും നെഞ്ചേറ്റിയ, നമുക്ക് മുന്നേ ജീവിച്ച് ത്യാഗം ചെയ്ത് മരിച്ചുപോയ കുറെ പാവങ്ങൾ, റബ്ബേ, അവരുടെ ഖബർ ജീവിതം നീ സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കണമേ. തൗഹീദ് മുറുകെ പിടിച്ച്, ഈ ആദർശം മുറുകെ പിടിച്ച് ഇനിയും ജീവിക്കുവാൻ, നമ്മുടെ മക്കളും തലമുറകളും അങ്ങനെ തന്നെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളോട് കാരുണ്യമുള്ള ഭരണാധികാരികളെ കൊണ്ട് റബ്ബേ ഈ നാടിനെ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.